മദീനയിൽ ആരൊക്കെയാണ് മുനാഫിഖീങ്ങൾ എന്ന പേര് വിവരം രഹസ്യജ്ഞാനത്തിലൂടെ ഹബീബ നബി കൈമാറിയിരുന്ന ആളാണ് മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. സ്വാഹിബു അസ്റാറി റസൂലില്ല, ഹബീബ നബിയുടെ രഹസ്യജ്ഞാനത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു. മദീനയിൽ ആരെങ്കിലും അവരുടെ ഭരണകാലത്ത് മരിച്ചാൽ നിസ്കരിക്കാൻ അബൂ ഹുദൈഫ ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാനില്ലെങ്കിൽ ആ ജനാസക്ക് നിസ്കരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് നിൽക്കൂല. കാരണം ഈ മരിച്ചത് മുനാഫിഖാണ്. പക്ഷെ ഇബ്നുൽ ഖത്താബ് ഒരിക്കലും എന്ത് ചെയ്യുന്നറിയോ, അബൂ ഹുദൈഫ തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അബൂ ഹുദൈഫ മദീനയിലുള്ള മുനാഫിഖുകളുടെ ആ പട്ടിക ഉണ്ടല്ലോ, ഒന്ന് എനിക്ക് തരുമോന്ന് വെച്ചു. പേടിയെ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോന്ന് വെച്ചു. അബൂ ഹുദൈഫ റളിയല്ലാഹു അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, അത് സ്വകാര്യമല്ലേ ഉമറെ. അപ്പം പറഞ്ഞു, എനിക്ക് കാണിക്കണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല, പക്ഷേ നിങ്ങളൊരു ഉപകാരം ചെയ്യോ, അതിൽ ഈ പാവപ്പെട്ട ഉമറിന്റെ പേരുണ്ടോന്ന് വെച്ച്. പേടി. ആരാ ചോദിക്കുന്നത്? സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയാള്. കിസ്റാവിറക്കും കൈസറും പനിക്കുന്നതാണ്, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാണ്, അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ, ധീരാവീരാവില്ലാള് വീരാരണകേസരി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോവാ, ഇശ ഓടിപ്പോണ ആ ആദ്യത്തെ റക്അത്ത് കിട്ടാൻ വേണ്ടി ഓടുകയാണ്. അപ്പണ്ട് ശൈത്താൻ ഒരു പ്രായമുള്ള ആളെ രൂപത്തിൽ വഴിയിൽ വന്നിക്കണ്. ഖത്താബിനെ ജമാഅത്ത് മുടക്കാൻ കഴിയില്ലാന്ന് ശൈത്താൻ അറിയാം, പക്ഷെ മസ്ബൂക്കാക്കാൻ പറ്റുമെന്ന് പിന്നെ ചിന്തിക്കുക. അങ്ങനെയല്ലോ, തോൽക്കുന്ന ഉറപ്പാണെങ്കിൽ അപ്പുറത്ത് ഭൂരിപക്ഷം കുറക്കാൻ എതിർ സ്ഥാനാർത്ഥി നോക്കുക. ഏതായാലും തോൽപ്പിക്കാൻ കഴിയില്ലാന്ന് ഉറപ്പാ, പക്ഷെ ഭൂരിപക്ഷം കുറക്കാനുള്ള പരിപാടിയാണ്. അതിന് പ്രായമുള്ള ഒരാളെ രൂപത്തിൽ വഴിയിൽ വന്നു വീണു. ഖത്താബ് സ്പീഡ് പോണ്. അപ്പൊ ഇയാളൊരു ശബ്ദം ഉണ്ടാക്കി. അത് ഈ ഒലക്കെടുത്തിട്ട് ഒരലിൽ ഇടിക്കുന്ന ശബ്ദമാണ്. ഇവിടെ ഒലക്കാന്ന് തന്നെയല്ലേ പറയാം അല്ലേ, ഒലക്ക അല്ലേ, ഒലക്ക ഒരലിൽ ഇടിക്കുന്ന ശബ്ദമാണ്. അപ്പൊ ഖത്താബിനെ അദ്ദേഹം പോകുമ്പോ വിളിച്ചു, ഉമറേ താൽ, എന്തേന്ന് വെച്ചു. പ്രായമുള്ള ആളല്ലേ, ഇപ്പൊ ബഹുമാനിച്ചതാ. ഇപ്പൊ ഒരു ശബ്ദം കേൾക്കണില്ലേ? ആണ്ട് എന്താന്ന് വെച്ചു. മുങ്ങളത്താറ്, ഞാൻ ജമാഅത്ത് ഇട്ടാൻ വേണ്ടി ഓടിപ്പോവാണ്, അത് ഈ ഒലക്ക വരലിടിക്കുന്ന ശബ്ദമാണ്, നിങ്ങൾക്ക് അറിയില്ലേന്ന് വെച്ച്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഒലക്ക വരലിടിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഒലക്ക വരലുമ തട്ടിയിട്ടാണോ ഒലക്കമ തട്ടിയിട്ടാണോ എന്ന് വെച്ചു. ഇങ്ങനത്തെ ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നടക്കുന്നത്. ഒരു ഹൈറും ഉണ്ടാവില്ല, അതൊക്കെ മറ്റവന്റെ പണിയാണ്. ആകെ കണക്കൂട്ടിയാൽ ഒരു ഹൈറും ഉണ്ടാവില്ല, ഒരു നേട്ടം ഉണ്ടാവില്ല. അത് ഇവണ്ടാക്കുന്നതാണ്. ഇവൻ ചോദിച്ചു, ഒലക്ക വരല് ഇടിച്ചിട്ടാണ് ആ ശബ്ദം ഉണ്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഒലക്ക വരലുമ തട്ടിയിട്ടാണോ ഒലക്കമ തട്ടിയിട്ടാണോ എന്ന് വെച്ച്. അപ്പൊ ഖത്താബിന് മനസ്സിലായി ഈ സാധനം 103 എന്ന് മനസ്സിലായി. അപ്പൊ ഖത്താബ് ചോദിച്ചു, എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന് വെച്ച്. ഇല്ലാറിന് അതിൽ കയ്യും കണ്ട് പൊക്കിയിട്ട് മോന്ത കൊറച്ചടിയാണ് കൊടുത്തു. ഇപ്പൊ ഒരു ശബ്ദം കേട്ടില്ലേ, അതിന്റെ കൈ എന്റെ മുഖത്ത് തട്ടിയിട്ടാണോ മോന്ത കൈമ തട്ടിയിട്ടാണോ എന്ന് വെച്ചു. അങ്ങനെ ശൈത്താനെ അടിച്ച ആളാ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബാണ് നിഫാഖ് പേടിച്ചിട്ട് അബൂ ഹുദൈഫിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാ കേട്ടോളൂ, അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമറേ നിങ്ങളാ പട്ടികയിൽ പെട്ടിട്ടില്ല. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തക്ബീർ ചൊല്ലി മനസ്സമാധാനത്തോടെ വെള്ളം കുടിച്ചത്. അതുവരെ പേടിയിലാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളിൽ 70 ആളുകളെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന നിഫാഖ ഔ കുല്ലുഹും യഖാഫൂന അലാ ഈമാനിഹിം. ഓരോ ആളുകളും ഈമാനിന്റെ വിഷയത്തിൽ പേടിയിലാണ്. ഈ ഒരു ബേജാറിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഈ രാവിനെ ബഹുമാനിച്ചാൽ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിട്ട് ആമീൻ പറയും. സുഖറാജിക്ക് മൂപ്പര നാട്ടിൽ ഇതുപോലെ പങ്കെടുക്കേണ്ട ഒരു പരിപാടി ഉണ്ടാവും. നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് ഇരുന്നിട്ട് പോകുന്നു.
ഞാനും കുറച്ച് ഇരുന്നിട്ട് പോകും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേജാറാണ്ട് ഒരുപാട് സമയം പ്രസവിക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് മോചനം ഈ രാത്രി കിട്ടും. ഇതിൽ നിന്ന് മോചനം അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ പറയും. അതിനെ ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ടോ ഇവിടുന്നോ നന്നായിട്ടൊന്ന് കരയാ, വാതിലാണ്ട് അടച്ചിട്ട് കരഞ്ഞാൽ തീരാത്തൊരു പ്രശ്നമില്ല. നിങ്ങൾ ഊത് ഇവിടൊക്കെ വ്യാപകമാണല്ലോ ഊത്. എവിടുന്നാ ഊതുണ്ടായത്? ആദം അലൈഹിസ്സലാം അള്ളാഹിനെ ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ ആ കണ്ണീര് തട്ടിയ സ്ഥലത്ത് നിന്നാണ് ഊതുണ്ടായത്. ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹിനെ പേടിച്ച് കരഞ്ഞാൽ ആ കണ്ണീരിന് പോലും എത്ര നിലയും വിലയുണ്ട്. ഊതിന്റെ അത്തറും. നമ്മളെ നാട്ടിലാണ്ട് പോയാൽ 3 സാധനത്തിനാണ് കൂടുതൽ ഫ്ലക്സ് ഉള്ളത്. 1 ഊതിന്റെ അത്തറും, 2 മൂലക്കൊരു ഓപ്പറേഷൻ കൂടാ സുഖപ്പെടുത്തുന്നു, 3 കുഴിമന്തി. ഇത് 3നും ഫ്ലക്സും ബോർഡുള്ള അത്ര വേറെ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഹജ്ജ് ഉംറ സർവീസ്, അതിപ്പോ പുതിയ തുടങ്ങിയതാ. അങ്ങനെ 4 അതിൽ ഒന്നല്ല ഊതിന്റെ അത്തറും. ഈ ഊത് വന്നത് ആദം നബിന്റെ കണ്ണീരിന്നല്ല, കണ്ണീര് തട്ടി അവിടുന്നാണ് ഊത് മുളച്ചത്. അത് വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒരു വിശ്വാസി അള്ളാഹിനെ പേടിച്ച് കരഞ്ഞാൽ ആ കണ്ണീര് പോലും വെറുതെയാകൂല. ലാ യലിജുന്നാറ അള്ളാഹിനെ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞവൻ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ കിടക്കുകയില്ല. കഫീല് ആരെന്നറിയുമോ? ലാമിന് ആരെന്നറിയുമോ? പ്രസ്താവന ആരുടേതെന്നറിയുമോ? നേതൃത്വം ആരുടേത് എന്നറിയുമോ? അധ്യാപനം ആരുടേതെന്നറിയുമോ? വിളംബരം ആരുടേതെന്നറിയുമോ? അത് ഹൃദയത്തിൻ്റെ ഹാരിയാണ്, കൽബിൻ്റെ കിബിലയാണ്, റൂഹിൻ്റെ റാഹത്താണ്, സ്വദറിൻ്റെ മിസ്ബാഹാണ്, മക്കയുടെ മകുടമാണ്, മദീനയുടെ കൺമണിയാണ്, വിശ്വാസത്തിൻ്റെ ശ്വാസമാണ്, പ്രപഞ്ചത്തിൻ്റെ ആരംഭമാണ്, ആരംഭമാണ്, അവലംബമാണ്, അനുഗ്രഹമാണ്, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. Allah 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 Allah. ഈ വെള്ളിയാഴ്ച രാവിലെ ഈ പവിത്രമായ സ്വർഗീയ ഉദ്യാനത്തിൽ നിന്ന് മദീന മലർവാടിയിലേക്ക് ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ആദികളിൽ നിന്ന്, വ്യാധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കണിവലകളിൽ നിന്ന്, ദുരിത ദുരന്തങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് പടച്ചവനെ ഈ ബറാത്ത് രാവിന്റെ സ്വലാത്തിന്റെ ജുമുഅയുടെ രാവിലത്തിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ബിൻ നബിയിൽ മുസ്തഫ. ഇന്ന് ദുആന്റെ രാത്രിയാണ്, നന്നായി ദുആർക്ക. 40 ആളല്ലേ, 40-ലേറെ ആളില്ലത്. 40 ആള് കൂടിയാൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. ബറാത്തിന്റെ രാവാണ്, മനസ്സൊന്ന് വെക്കുക. 1 കാപ്പട്ടിൽ നിന്നുള്ള മോചനാണ്, 2 നരകത്തിൽ നിന്നുള്ള മോചനാണ്. പഠിച്ചവനെ നമ്മൾ മുമ്പ് ചിന്തിച്ച എന്ത് സമാധാനമുള്ളത്? നേരെ മുമ്പിൽ മരണം, അതിൻ്റെ അപ്പുറത്ത് ഖബർ, പിന്നെ മേശർ, പിന്നെ കോടികൾ നരകത്തിൽ, വളരെ വിരളം സ്വർഗത്തിൽ. അതിലൊന്ന് പൊട്ട് കിട്ടണ്ടേ? അപ്പൊ മുന്നോട്ട് ചിന്തിച്ചാൽ നമുക്ക് സത്യത്തിൽ മനസ്സറിഞ്ഞ് ചിരിക്കാനും കൂടി അവസരമില്ല. പക്ഷെ ഇതൊക്കെ നല്ല ലക്ഷണങ്ങളാണ്, നല്ല ലക്ഷണങ്ങളാണ്. പൊതുവെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ പ്രവാസികളിൽ പലർക്കും ജീവിതം തുലക്കാനുള്ള രാവാണ്, ലീവാണ്. സിനിമ, കോമഡി, കാർട്ടൂണ്, പൊട്ടിച്ചിരി, അട്ടഹാസം, ഹാസ്യം, നാടകം, ഗാനമേള,
അല്ലെങ്കിൽ ഉറങ്ങിയിട്ടങ്ങട്ട് തൊലക്കുക. അതന്നെ. അങ്ങനെ ആകുമ്പോൾ അപകടം എന്താ അറിയോ? മഹാന്മാര് പറയാണ്, വെള്ളിയാഴ്ച രാവും പകലും മഹത്ത് അറിയാതെ ദുഷിപ്പിച്ചാൽ അള്ളാഹു ജീവിതം കുടുസാക്കുമെന്നാണ്. ജീവിതം കുടുസാക്കും. ഞാനൊരു 10-15 വർഷം മുമ്പ് പ്രവാസ ലോകത്ത് 4 വർഷം അല്ലൈൻ എന്ന സ്ഥലത്ത്, നിങ്ങൾക്കറിയാം അല്ലൈന്, അവിടെ ഇമാമായി വർക്ക് ചെയ്ത ആളാണ്. ആ സമയത്ത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും പരിഗണിക്കാത്ത കുറേ ചെറുപ്പക്കാരെ എനിക്കറിയാം. ഞാൻ അന്നേ അവരോട് പറയാറുണ്ട്, ഈ പോക്ക് ശരിയല്ല. ഇന്ന് ഞാൻ കേരളത്തിലും പുറത്തൊക്കെ വാളിന് യാത്ര ചെയ്യുമ്പോൾ അന്ന് അവിടെ പരിചയമുള്ള കുറേ വെള്ളിയാഴ്ച ദുഷിപ്പിച്ചിരുന്ന കുട്ടികളെ ഞാൻ കാണാറുണ്ട്. ഒക്കെ രോഗികൾ, കിഡ്നി നഷ്ടപ്പെട്ട ആളുകൾ, ക്യാൻസർ കൊണ്ട് ലിവർ പഴുത്ത ആളുകൾ, മക്കൾ ചാടിപ്പോയിട്ട് നെഞ്ചത്തടിക്കുന്ന വാപ്പാര്. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, അന്നത്തെ വാക്കുകൾ മറന്നോന്ന്. വെള്ളിയാഴ്ച അങ്ങനെയാണ്. പ്രവാസ ലോകത്ത് പല ആളുകളും പ്രയാസത്തിലാകുന്നത് വെള്ളിയാഴ്ചയെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ്. അള്ളാഹു നിങ്ങളെയും എല്ലാ പ്രവാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇവിടെ ഇതാ ഒരു കൂട്ടം പ്രവാസികൾ SICയുടെ കീഴിലായി കുറേ കുടുംബങ്ങൾ വെള്ളിയാഴ്ച വന്നാൽ ദിക്ർ, ഫിക്ർ, മജ്ലിസ് നൂർ, കുടുംബകാര്യങ്ങള്. ഇത് അള്ളാഹു നല്ലൊരു 2 ലോകത്തും വെരി ഹാപ്പി ലൈഫിനുള്ള ഒരു സബബായി അള്ളാഹു സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. കുടുംബം അതിനാണല്ലോ. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം എന്നാണ്. ഇന്ന് കൂടുമ്പോ ഇമ്പല്ല, ഭൂകമ്പാണ്. ഭാര്യയും ഭർത്താവും. ഞാൻ അങ്ങോട്ട് വരുന്നതിന്റെ 2 ദിവസം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തലാഖിന്റെ വക്കിലെത്തിയ ഒരു കുടുംബത്തെ മസ്ലഹത്താക്കി. ബാപ്പ, മോന്, മരോള്, അമ്മായിമ്മ എല്ലാരും കൂടി വന്ന്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയന്നെ. ഇവിടുന്ന് ആണ്ട് പറയാ, അവിടുന്ന് ഇങ്ങോട്ട് പറയാ. അപ്പൊ ഞാൻ സൈലന്റ് ആയി കേട്ട് ലാസ്റ്റ് ഞാൻ ചോദിച്ചു, ഒരാളോട് ആദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇയാളെ കുറിച്ച് നല്ലത് എന്തെങ്കിലും ഒന്ന് പറയാണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഉള്ളിന്ന് ചിരി തുടങ്ങി, ദേഷ്യമൊക്കെ പോയി. ഇനി നല്ലത് പറയാനുള്ള പരിപാടിയാണ്. 2 നല്ലത് പറഞ്ഞു, അയിമ ഞാൻ പിടിച്ചു. കാരണം ആ 2 കൊണ്ട് മറ്റതൊക്കെ പരിഹരിക്കാവുന്നതാണ്. ചായയും കടിയൊക്കെ കുടിച്ചിട്ട് നല്ല രൂപത്തിലാണ് പിരിഞ്ഞത്. മനസ്സിന് സമാധാനം അല്ലെങ്കിൽ പൈസ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ലോകത്ത് എത്ര വലിയ വലിയ മുതലാളിമാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ലോകത്ത് മനുഷ്യന്മാർക്ക് വേണ്ടത് പൈസ അല്ല, മനസ്സമാധാനമാണ്. പണം എന്നത് അതിന്റെ മാധ്യമമായിട്ട് ആളുകൾ കാണുന്നുള്ളൂ. വസീലയാണ്, മാധ്യമമാണ്. സമാധാനം ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടായി. അതുകൊണ്ടല്ല ഏത് നാട്ടുകാരമ്മിൽ കണ്ടാലും ആദ്യം ചോദിക്കൽ സ്വന്തന്നല്ലേ എന്നാണ്. അപ്പൊ അറബികളും കൈഫൽ ഹാൽ, എത്ര കഷ്ടപ്പെട്ട അറബിയും അൽഹംദുലില്ലാന്ന് നല്ല മനസ്സോടെ പറയും. അൽഹംദുലില്ലാ. പാകിസ്ഥാൻ കൈസായ അച്ചായ എല്ലാരും തമിഴന്മാരമ്മിൽ ഞാൻ കേട്ടിട്ടുണ്ട് കൈപ്പിടിരിക്കാ സൗഖ്യം എന്ന് പറയാം. മലയാളമില് എന്തൊക്കെയുണ്ട് ആചാരെ? കാട്ട പോക സുഖല്ലേന്ന് വെച്ചാൽ കട്ട പോകാന്ന് പാസ്സാക്കണ ഒരു കൗമ ഭൂമിയിൽ നിന്നുണ്ടെങ്കിൽ ആരോടും മിണ്ടണ്ട, ഞാനുങ്ങളുമാണ്. പിന്നെ ഞാനൊന്ന് ഗവേഷണം ചെയ്തു, എന്താ ഇതിങ്ങനെ പറയാൻ കാരണം. അപ്പൊ എനിക്ക് പിടുത്തം കിട്ടിയ സംഗതി എന്താ അറിയോ? ആർക്കും ഇല്ലാത്തൊരു സോക്കടി നമുക്കുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് സുഖന്നല്ലേ എന്ന് വെച്ചാല്, അപ്പൊ നിങ്ങൾ പറയാണ് മൂപ്പർക്കൊരു പരിപാടി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എത്ര ആൾക്കാർ അങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും 2 ആൾ നേരത്തെ ലീവ് എടുത്തിട്ടുണ്ട്, അവർ പോയി. അവരെ നാട്ടിൽ പരിപാടി ഉള്ളവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ എനിക്ക് മനസ്സിലായെന്താ അറിയോ? മലയാളിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ സുഖല്ലേ? അപ്പൊ നിങ്ങൾ പറയാണ്, വളരെ ഹാപ്പി അല്ലേ, ഞാൻ വളരെ പുരോഗമനത്തിലല്ലേ. ഇതാണ്ട് കേട്ട പിന്നെ ചോദിച്ച എനിക്ക് തീരെ സുഖമില്ല. എന്താ മൂപ്പർക്ക് പത്ര സുഖം കാരണം? സംഗതിയിൽ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് കയ്യിൽ തസ്ബീമാലയിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ചോദിച്ചത്, നിങ്ങൾക്ക് സുഖല്ലേ? എന്താ സുഖമില്ലാതെ? ഒരു മോന് കുവൈത്തിൽ 2 ലക്ഷം ശമ്പളം, മറ്റൊരാൾ അമേരിക്ക പോയി, ഒരു നല്ല ജോലി, ഒരാൾ ഒമാനില് 3 സൂപ്പർ മാർക്കറ്റ്, മറ്റാൾക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ ചോദിച്ചവൻ ആകെ ബത്തപ്പാട്, മേൽക്ക് കയറല്, കീപ്പിട്ടിറങ്ങലും, ഉറക്കല്ലായ്മയും, ഗുളികെടുത്ത് കുടിക്കലും. അങ്ങനെ സോക്കേട് മലയാളിക്കുണ്ട്. അതുകൊണ്ട് സുഖാണെന്ന് പറഞ്ഞിട്ട് ഈ ചോദിച്ചവനക്ക് സുഖക്കേട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും നേരത്തെ നമ്മള് കട്ടപ്പോകാന്ന് പറയുന്നത്. പക്ഷെ എന്നാല് അൽഹംദുലില്ലാ എന്ന് പറയാലോ, അതിനെന്താ കുഴപ്പമുള്ളത്? ഒരു അൽഹംദുലില്ലാ, എന്തൊക്കെ സുന്ദരല്ലേ? അൽഹംദുലില്ലാ, കുഴപ്പമില്ലല്ലോ. ജീവിതം പച്ചപ്പാവും, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. നിയമത്ത് മറന്ന് സംസാരിച്ചാൽ ഉണങ്ങിപ്പോകും. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സമാധാനമാണ്. ഇന്ന് നാട്ടിലെക്കാണ്ട് വന്നാൽ മനസ്സമാധാനം ഇല്ല. വലിയ വീട്, നല്ല കതിർകുപ്പായ, റാഡോ വാച്ച്, 2 കോടി റുപ്യന്റെ ആഡംബര വണ്ടി, മോളെ കല്യാണം കഴിഞ്ഞു, ഭക്ഷണത്തിന് 25 ലക്ഷം, മോളെ ഇറങ്ങിയത് ചലിക്കുന്ന ജ്വല്ലറി പോലെ,
കല്യാണത്തിന് മൊത്തം 1 കോടി റുപ്യ, അത് കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നടത്തിയ ആള്. കാരണം എന്താ? ഇതൊക്കെ ഉണ്ട്, പക്ഷെ സമാധാനമില്ല. വീടിന് സാധാരണ നമ്മൾ പറയലെന്നെ മസ്കൻ എന്നല്ലേ, കുടുംബം തുടങ്ങണേ മസ്കനല്ലേ. ആദം അലൈഹിസ്സലാമിനോട് പടച്ചവൻ പറഞ്ഞത്, പ്രഥമമായ മണിയറയിൽ കയറാൻ പറഞ്ഞത്, വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഉസ്കുൻ, ഉദ്ഖുൽനല്ല, ഉസ്കുൻ, സുകൂൻ. ആദം നബിയെ സമാധാനത്തോടെ കയറിക്കോളി. ഉസ്കുൻ, നിങ്ങള് അന്തങ്ങൾ തന്നെ. വസൗജുകൽ ജന്ന, പെണ്ണുങ്ങളെയും കൊണ്ടുപോയിക്കോളി. എന്താ ഉസ്കുനാന്നാണ് പറഞ്ഞാ പോരെ? സ്റ്റാറിങ് എപ്പോഴും ആണിന്റെ കയ്യിലായിരിക്കണം. അതാണ് സ്റ്റാറിങ്, എപ്പോഴും ആണിന്റെ കയ്യിലായിരിക്കണം. നമ്മളെ നാട്ടിൽ അതും പോയി. മുമ്പൊക്കെ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ അളവെടുത്തിട്ട് ഭർത്താവ് കടയിൽ പോവായിരുന്നു. കാലം കുറെ കഴിഞ്ഞു, രണ്ടാളും കൂടി ഒപ്പം തോണക്കി, ഒപ്പം കടയിൽ കയറും, പറ്റിയതെടുക്കും, അതും സഹിക്കാം. പിന്നെ കുറെ കാലം കഴിഞ്ഞു. അപ്പൊ നല്ല ടീമാണെങ്കിൽ ഭാര്യനെ വണ്ടിയിൽ വെക്കും, എന്നിട്ട് ഓരോ ഡ്രസ്സ് കൊടുന്ന് കാണിച്ചു കൊടുക്കും, പറ്റിയതെടുക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഭർത്താക്കന്മാര് വണ്ടിയിൽ ഇരിക്കുകയാണ്, ഓൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്, എല്ലാം എടുത്തിട്ട് തിരിച്ചു വരികയാണ്. അവൻ മൊബൈൽ നമ്പർ കൈമാറലൊക്കെ അതിൻ്റെ ഉള്ളിൽ കഴിയും ചെയ്യും. കാരണം ദീനീ സംസ്കാരം എന്നത് പിച്ചി ചീന്തി വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ്. കുടുംബങ്ങൾ മൊത്തം തലകീഴായി പോവുകയാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ കരുണയാണ്, പക്ഷെ ഇന്ന് കാമാണ്. പ്രേമം കരുണയാവണം, കാമമാവരുത്. കാമാർത്തികൾ കാമം തീർത്തുകൊണ്ട് പച്ചില പോലെ, വേപ്പില പോലെ, മുരിങ്ങാക്കായി പോലെ നല്ല നല്ല കുടുംബങ്ങളിലെ മക്കള് അവരുടെ മാംസബന്ധിതമായ ഇക്കിളി പൈങ്കിളി പ്രണയം കൊണ്ട് അതാ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച്, കുടിക്കാനുള്ളതൊക്കെ കുടിച്ച്, ചുഴറ്റാനുള്ളതൊക്കെ ചുഴറ്റിയിട്ട് അവസാനം അതാ ശവം പോലെ വലിച്ചെറിയുന്ന കാലമല്ലേ. പടച്ചവനെ നീ സലാമത്താക്കണേ അല്ലാ. ബന്ധങ്ങളൊക്കെ ശിഥിലമായി ഈ മൊബൈൽ കൊണ്ട്. ബന്ധങ്ങളൊക്കെ ശിഥിലായി. എല്ലാം മൊബൈലല്ലേ ഇപ്പോ. കല്യാണം, നിക്കാഹ്, സലാത്ത്, ദിക്റ്, തീറ്റ മാത്രം മൊബൈലല്ല, ബാക്കിയൊക്കെ മൊബൈലില്ല. എല്ലാം മൊബൈൽ. ഞങ്ങളെ നാട്ടിൽ ചുടുകാലത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടി കിടക്കുകയാണ് കഴിഞ്ഞ വർഷം. നല്ല ചൂടുമാണ്. രണ്ടാളെ ചവിട്ടിൽ ഇയർഫോണും ഉണ്ട്. ആ ഭർത്താവിന്റെ മൊബൈൽ കണ്ടൊരു മെസ്സേജ് വരും. നോക്കുമ്പോ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയാണ്. കുറച്ച് നീങ്ങി കിടക്കി, എനിക്ക് നല്ല ചൂട് എടുക്കണ്ടെന്ന്. സംസാരിക്കണില്ലല്ലോ, ഒക്കെ ഇതിലാണ്. ഇതാണ് 20-30 കുട്ടികൾ ഒരു വീട്ടിലുണ്ടാവും. വല്യമ്മ അപ്പുറത്തുണ്ടാവും. 60 ചെരുപ്പുണ്ടാവും. പക്ഷെ വീട് മൊത്തം സുക്കൂന, ശാന്തമായ അവസ്ഥയാണ്. എന്താ? ഫിക്കറിലല്ല, എല്ലാ രീതിയിലാണ്. ക്യാൻസർ പിടിച്ചെടുക്കണ മാതാവ് വെള്ളം കിട്ടാതെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇതിലേക്ക് ഫ്രണ്ട്സിനെ കയറ്റുകയാണ്. മാതാവിനോട് സുഖമില്ലെന്ന് വയ്ക്കണില്ല. ചെല്ലി പറയലേ ഇതിൽ തന്നെ. ഞാനൊരു പ്രസംഗത്ത് പറഞ്ഞു, ഏതോ ഒരു ഉസ്താദ് ആ ഉസ്താദിനോട് ഒരു ഉമ്മാമ വിളിച്ചിട്ട് പേരക്കുട്ടിന്റെ രോഗം പറഞ്ഞു. അപ്പൊ ഉസ്താദ് ആയത്തുൽ കുർസി ഓതിയിട്ട് മന്ത്രിക്കാൻ പറഞ്ഞു. 7 ദിവസം മന്ത്രിച്ചു, മാറുന്നില്ല. 8ാം ദിവസം ഈ ഉമ്മാമ വിളിച്ചിട്ട് തന്നെ, ഉസ്താദ് ഇത് മാറിക്കിട്ടുന്നില്ല, കൂടുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് വെച്ച്, ഞാൻ പറഞ്ഞ പോലെ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചോ? ആ മന്ത്രിച്ച്. അപ്പൊ അങ്ങനത്തെ ആയത്തുൽ കുർസി അറിയോ? അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അറിയാത്തത് പിന്നെ എങ്ങനെ ഈ മന്ത്രിക്കല്? അതാണ് പറഞ്ഞു കൊടുത്ത്. ആയത്തുൽ കുർസിന്റെ അവിടെ ഹറമിൽ ഇമാം ഓതുന്ന ഭാഗമാണ് ഞെക്കും, ഓണാക്കും. ആയത്തുൽ കുർസി ഹറമിൽ ഇമാം ഓതി കഴിഞ്ഞാൽ മാമ ഓത്ത് ഇമാമ്, ഊത്ത് ഇമാമ ഒക്കെ മൊബൈലാണ്. ആയത്തുൽ കുർസി ഇവിടുന്ന് ഓണാക്ക, എന്നിട്ട് ആയത്തുൽ കുർസി കഴിഞ്ഞാൽ ഓഫാക്ക. ഇവിടെ ഒറ്റ ഊത്ത്. ഓത്ത് ഹറമിലെ ഇമാമ്, ഊത്ത് വീട്ടിലെ ഉമ്മാമ. ഇത് മാറി കിട്ടുമോ? എല്ലാം ഇതിന്റെ ഉള്ളിലായി. കുട്ടികൾക്ക് മെമ്മറി ഇല്ലാതായി. മെമ്മറി ഇല്ല, വാപ്പാനെ തിരിയാതായി. ഉമ്മ 2 ലഹരിയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അപകടം. ഒന്ന് മൊബൈൽ ലഹരി, മറ്റൊന്ന് MDMA ലഹരി. ഇത് 2 ലഹരിയാണ്. രണ്ടും ലഹരിയാണ്. നമ്മുടെ കേരളത്തിനെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത കാലത്തായി വരുന്ന റിപ്പോർട്ടുകള് എല്ലാം തലപ്പത്ത് മുസ്ലിം പേരാണ് ഭൂരിഭാഗവും. സ്വന്തം ഉമ്മായെ കൊന്ന ആശിക്കിനെ നിങ്ങൾ മറന്നോ? ആ ഉമ്മായി മോനെ ബാപ്പാന്റെയും കൂടി സ്നേഹം കൊടുത്തുകൊണ്ട് വളർത്തിയ ഉമ്മയാണ്. ആരാന്റെ കൊലായിൽ പോയി ഊരവളഞ്ഞ് അധ്വാനിച്ചുകൊണ്ട് കിട്ടിയ പൈസ മുഴുവനും
ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ച് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഡിഗ്രി കുമാരനാക്കി. പക്ഷെ അള്ളാനെ പഠിപ്പിക്കാൻ മറന്നതാ, റസൂലുള്ളാനെ പഠിപ്പിക്കാൻ മറന്നതാ. ഇന്നെൻ്റെ പ്രിയങ്കരനായ സലാം സാഹിബിൻ്റെ പ്രിയപ്പെട്ട പൊന്നോമന മോന് ഇവിടെ വന്നുകൊണ്ട് സൂറത്ത് ദുഖാന് പാരായണം ചെയ്തപ്പോൾ അതെന്തോ ഒരു കൺകുളിർമയാ. അങ്ങനെ തലയിൽ തൊപ്പിയിട്ട കുട്ടികളെവിടെ, ഖുർആൻ ഓതുന്ന കുട്ടികളെവിടെ? മതബോധമില്ലാതെ സയൻസ് മാത്രം പഠിപ്പിച്ചുകൊണ്ട് അതിന് ലക്ഷങ്ങൾ പൊടി പിടിച്ചുകൊണ്ട് വളർത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മോന് അതാ അർബുദം ബാധിച്ചുകൊണ്ട് ശസ്ത്രക്രിയ മസ്തിഷ്കത്തിന് നടത്തി റെസ്റ്റിൽ കഴിയുന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊല്ലാനുള്ള കത്തി വാങ്ങിയത് അയൽവാസിയുടെ വീട്ടിൽ നിന്നല്ലേ? അയൽവാസികൾ ചോദിച്ചു, ആഷിക്കെ എന്തിനാണ് ഈ സമയത്ത് കത്തി? കൂർത്തമൂർത്ത കഠാര വാങ്ങുന്ന സമയത്ത് അയൽവാസികളോട് ആഷിക്ക് പറഞ്ഞതെന്താ? ഇത് തേങ്ങ വെട്ടാനാണ്. ഉമ്മാന്റെ തലവെട്ടാൻ ലാക്കാക്കി വാങ്ങുന്ന കഠാരക്ക് മുമ്പിൽ തേങ്ങ വെട്ടാനാണെന്ന കളവും പറഞ്ഞുകൊണ്ട് ആ കഠാര കൊണ്ട് നേരെ കയറി ചെന്ന് വിശ്രമിക്കുന്ന അർബുദ രോഗിണിയായ ഉമ്മാന്റെ കഴുത്തിന് ആഞ്ഞ് വെട്ടിയിട്ട് വെണ്ടയ്ക്ക വെട്ടും പോലെ, ബത്തക്ക വെട്ടും പോലെ, തക്കാളി വെട്ടും പോലെ വെട്ടിക്കൂട്ടിയിട്ട ആഷിക്ക് ഈ സമുദായത്തിന്റെ ചോദ്യം ചിഹ്നമാണെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഉമ്മ? എന്തുകൊണ്ട് സംഭവിക്കുന്നു പെങ്ങളെ? കുടുംബത്തിന് സമാധാനം വേണമെങ്കിൽ അല്ലാഹനെ പറയണേ, റസൂലുള്ളാഹിനെ പഠിപ്പിക്കണേ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അല്ല, അറിയണേ, ഈ ശരീരം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഉൽപ്പന്നമാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണ് ജസദ്. അതുകൊണ്ട് ജസദിന് സുഖം കിട്ടണമെങ്കിൽ മണ്ണിന്റെ സാധനങ്ങൾ കിട്ടണം. പച്ചക്കറി, ഫ്രൂട്ട്സ്, ചീര, മട്ടന്, കുട്ടന്, ചിക്കന്, പണം, ഇതൊക്കെ ഇങ്ങനെ വാരിയാൽ ഇതിനെ സുഖം കിട്ടുള്ളൂ. കാരണം ഇത് മണ്ണിന്റെ ഉൽപ്പന്നമാണ്. എന്നാ ഇവിടെ ആരെങ്കിലും ജസദിന്റെ മോഹം തീർന്ന് മരിക്കുന്നുണ്ടോ? ഇല്ല, മോഹം തീരൂല. മോഹം തീരുന്ന സ്ഥലം ദുനിയാവല്ല, മോഹം തീരുന്ന സ്ഥലം പരലോകമാ. ദുനിയാവിൽ മോഹം തീരൂല. ഇപ്പൊ കബറ് കിടക്കണ മനുഷ്യന്മാരൊക്കെ എല്ലാ ആഗ്രഹം തീർന്നിട്ടേ കിടക്കണ്. പണത്തിനോടുള്ള ആർത്തി ആർക്കെങ്കിലും തീരുമോ? നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരുമോ? അയാൾക്ക് ആവശ്യത്തിനൊക്കെ പൈസ അയക്കണം, അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഇപ്പൊ വിശ്രമിച്ചിട്ട് മുസല്ലിയിൽ ഇരിക്കുക എന്ന് ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരുമോ? കാരണം ഇത് ഉണ്ടാക്കും തോറും ആർത്തി കൂടും. ഇതിലൊരു പശ ഉണ്ട്, അതുകൊണ്ടാണ്. അത് ഹലാലായ രൂപത്തിലാണെങ്കിൽ നല്ലതാണ്. നല്ല മുതലാളി ഉണ്ടാക്കുന്നത് ഹലാല്, ചെലവഴിക്കുന്ന ഹലാല്. അവന് സർട്ടിഫിക്കറ്റ് കൊടുത്താറിയോ? അവൻ മശറിലെ അമ്പിളിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഏതൊരാളും മരിക്കുമ്പോഴും ഇനിയും ആർത്തി ബാക്കിയുണ്ടാവും, കുറച്ചും കൂടി ആർത്തി ഉണ്ടാവും. ആഗ്രഹം മുഴുവനായ ഒരാളും മരിക്കൂല. അപ്പൊ ശരീരത്തിന്റെ ആഗ്രഹം തീരൂല. കൽബിന്റെ ആഗ്രഹം എന്താണ്? കൽബിന്റെ ആഗ്രഹം അള്ളാഹനെ കാണണമെന്നാണ്. അത് ദുനിയാവൊന്നും നടക്കൂല. നടക്കുകയാണെങ്കിൽ മൂസാ നബിക്ക് നടക്കേണ്ടിയിരുന്നു. അല്ല മൂസാ നബിനോട് പറഞ്ഞ ലൻ തറാനീന്ന, ലന്നിട്ട് പറഞ്ഞ റഹ്മാനിയോടും ഫൈസനോടൊക്കെ ചോദിച്ചു നോക്കി. നെഹവില് ഗ്രാമറിൽ നിയമമുണ്ട്, തീർച്ചയായിട്ടും അർത്ഥം വെക്കണം എന്നാ. ലൻ തറാനി, തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കാണൂല. പക്ഷെ ലൻ ഉറാന്നല്ല പറഞ്ഞില്ല, തീർച്ചയായും ഞാൻ കാണപ്പെടൂല എന്ന്. കാരണം മൂസാ നബി കാണൂല, കാണുന്ന ഒരാൾ വേറെ വരുന്നുണ്ട്. അത് മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫ വറആ അജായിബ ആലമിൽ മലകൂതി വസറായിറന്നാ സൂതി വൽ ജബറൂതി ഐന മുദർരിസ മസ്ജിദില്ലാഹൂതി കമ്മില്ലദുന്നീൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വസറൈത ലൈലൻ ലാ യസാൽ بهيما فوق البراق مسرجا مزموما تركا يسايرك الأمين نديما تعلو لحضرتي قدسه تقديما صلوا عليه وسلموا تسليما. ഒരു രാത്രിയിൽ ബോറാക്കിലായി മുന്നേറിയ സഹയാത്രി ഗഞ്ചിബിരിലത സഹവാസിയെ അംലാക്കുകൾ അമ്പിയ
അക്കളും മണി നിന്നേ ആകാശലോകോ കണ്ട് പൂമാൻ വന്ന് സല്ലു അലൈഹി വ സല്ലിമൂ തസ്ലീമാ. ആ ഹബീബ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന ഖുർആനിന്റെ ആയത്തിറങ്ങിയത് ഈ മാസത്തിലാണ്. അള്ളാഹുവെ സ്വീകരിക്കണേ പടച്ചോനെ. കൂട്ടത്തിൽ ഞാൻ ഒന്ന് കുടുംബക്കാർ ഒരുപാട് ഇവിടെ ഫാമിലി ഉള്ളവരാ, അവരോട് പറയട്ടെ, ഫാമിലി നിങ്ങൾക്ക് നല്ല ലൈഫ് വേണോ? എല്ലാ ദിവസങ്ങളും നിങ്ങളും ചൊല്ലുക, മക്കളെ കൊണ്ടും റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ലഭിച്ചാൽ മതി. അല്ല അറിയണേ ദിക്റില്ല, ദിക്റുള്ള കൊണ്ടാണ്. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളുടെ ഭാഷയിൽ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മയിന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം. ഞാൻ ഇതിന് ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കി, അള്ളാന്റെ ദിക്ർ കൊണ്ടാന്ന് അർത്ഥം വെച്ചാൽ അള്ളാന്റെ ദിക്ർ ഏതാ? ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാന്റെ ദിക്ർ സ്വലാത്താണ്. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളെന്ന് പറയാം, സ്വലാത്ത് ധാരാളം ചൊല്ലണം നമ്മൾ. ഈ ഷാബാലല്ലാതെ പിന്നെ എങ്ങനെ തീരുമാനം എടുക്കുക? ഇത് സ്വലാത്ത് എന്നുള്ള വാക്ക് തന്നെ സിലത്ത് എന്നുള്ള വാക്കെന്ന് വന്നാണ്. സിലത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാ. സിലത്തു റഹിം എന്ന് കേട്ടിട്ടില്ലേ? കുടുംബബന്ധം ചേർക്കുക. റസൂലുള്ളാഹിനോട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഹബീബ നബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക. ഇനി ഒന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് പറയട്ടെ, ഹബീബ നബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നരകത്തിന്റെ തീ അവനെ തൊടൂല. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു മിക്സ്ഡ് വെപ്പ് വെക്കുകയാണ്. ഒരു പ്രത്യേക വിഷയം എന്നിലില്ല. അപ്പൊ ഈ ശരീരം അത് മൊബൈൽ കവറാണ്, ഉള്ളിന്റെ ഉള്ളിലുള്ളതാണ് മൊബൈൽ റൂഹ്. ജസദ് എന്നുള്ള ഈ ജീമോണ്ടാ തുടങ്ങണത്. ജഹന്നം തുടങ്ങണവും ജീമോണ്ടാണ്. ജസദ് രണ്ടാമത്തെ സീനാണ്, അത് നരകത്തിന്റെ പേരാ സഖർ. റൂഹ് അങ്ങനെയല്ല, റാഹ റൂഹ്. റൂഹ് എന്ന് പറഞ്ഞാൽ പോവുക. നിങ്ങൾ പറയില്ലേ വൈനത്തെ റൂഹ്, അതിനർത്ഥം എന്താ? എവിടുക്കാ പോണെന്നല്ലേ? അപ്പൊ റാഹ റൂഹ്, റൂഹ് പോകുന്ന സാധനം. ഇതിങ്ങനെ പോകും. ഇനിയിപ്പോ രാത്രി നിങ്ങളൊക്കെ ഉറങ്ങും, അപ്പൊ റൂഹ് പോകും. റൂഹിന് വേണ്ടത് ഭൂമിയല്ല. സൂഫിയാക്കളുടെ ഭാഷയിൽ റൂഹ് എന്ന് പറഞ്ഞാൽ മത്സ്യം പിടിക്കുന്ന ആളാണ്, വേട്ടക്കാരനാണ്. ശരീരം വലയാണ്, സമയം സമുദ്രമാണ്, സ്വാലിഹായ അമലുകൾ മത്സ്യവുമാണ്. അപ്പൊ ഈ റൂഹ് ശരീരമാകുന്ന വലയെ വീശും, സമയമാകുന്ന സമുദ്രത്തിൽ. ഏതാൾക്കും വരാം, മീൻപിടുത്തക്കാർക്ക് പ്രത്യേകിച്ച്. ഏതിനും ഒരു സീസൺ ഉണ്ട്. ചില സമയത്ത് മീൻ ചാകരയാണ്. ആ ചാകരയുള്ള സമയത്ത് വലയെടുത്ത് പോയില്ലെങ്കിൽ അവൻ നിർഭാഗ്യവാനാണ്. ഷാബാൻ സീസണാണ്, ബറാത്ത് ചാകരയാണ്. ഇപ്പോഴാണ് വല വീശേണ്ടത്. ഈ രാവിലെ വല വീശിയില്ലെങ്കിൽ അവൻ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ വിഡ്ഢിയാണ്. എന്തുകൊണ്ട്? ഇത് ബജറ്റ് നൈറ്റാണ്. നമ്മുടെ ബജറ്റ് നൈറ്റ് ഇന്നാണ്. അത് മലക്കുകളെ ഏൽപ്പിക്കൽ ലൈലത്തുൽ ഖദറിനാണ്. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ലൈലത്തുൽ ഖദർ വരുമ്പോഴും പറയും ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന്, ബറാത്ത് വരുമ്പോഴും പറയും ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അപ്പൊ എക്സ് മുസ്ലിം നിങ്ങൾ കളിയാക്കും. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആള് എന്നല്ല അതിന്റെ അർത്ഥം. കാരണം ആ പേരെന്നെ വിവരമില്ലല്ലോ. കാരണം ഉള്ളിൽ ആഗ്രഹമില്ലാത്ത ഒന്നിനോട് എക്സ് കൂട്ടിയിട്ട് ആരെങ്കിലും വിളിക്കോ? മുസ്ലിം ആവാൻ ഇവർക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടല്ല പുറത്ത് വന്നത്. പുറത്ത് വന്നിട്ട് നഖശികാന്ത ഇസ്ലാമിനെ എതിർക്കുക, എന്നിട്ട് പേരിടുന്നത് എക്സ് മുസ്ലിം. വിരോധാഭാസല്ലേ? വിവരമില്ല എന്നല്ല പറയണേ. ഇപ്പൊ ഒരാൾക്ക് നേരത്തെ ഭ്രാന്ത് ഉണ്ടായി, ഭ്രാന്ത് മാറിയ എക്സ് ഭ്രാന്ത് എന്ന് പേരിടുമോ? ഇവര് പറഞ്ഞത് ഭ്രാന്താണെന്നല്ലേ. ഒരാൾ നേരത്തെ കള്ളനായിരുന്നു, ഒന്ന് നന്നായ പിന്നെ എക്സ് കള്ളന്ന് പേരിടുമോ? ഒരാൾ നേരത്തെ കൊലയാളിയായിരുന്നു, തോപ ചെയ്ത് നന്നായി, ഇനി ആളെ എക്സ് കൊലയാളി എന്ന് സ്വാഗതം പറയാം. എന്താ നമ്മളെ പ്രിയപ്പെട്ട എക്സ് കൊലയാളി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ അടി പൊട്ടൂലേ? എന്നിട്ട് ഇവരിപ്പോഴും അറിയപ്പെടുന്നത് എക്സ് മുസ്ലിം. ഇതാണ് വിവരമില്ലാത്ത ആള് എന്ന് പറയുന്നത്. എക്സ് ഇട്ട് പറയാ. ഞാൻ അവരോട് പറയലുണ്ട്, നിങ്ങൾ എക്സ് ഇട്ട് പറയരുത്. കാരണം നിങ്ങൾ നമ്മളിൽ നിന്ന് പോയ മാലിന്യാണ്. മാലിന്യത്തെ ആരും എക്സ് ഇട്ട് പറയില്ല. ആരെങ്കിലും ടോയ്ലറ്റിന്റെ അവിടെ പോയിട്ട് ഇതിൽ എക്സ് ജ്യൂസ് ഉണ്ട് എന്ന് പറയോ? ആരെങ്കിലും മലം നോക്കിയിട്ട് എക്സ് പൊറാട്ട എന്ന് പറയോ? എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് അലക്കാണ്, മുസ്തഫ നബിയെ പരിഹസിക്കാണ്. ഏതെല്ലാം തരം ആളുകളാണ്. ഈടടുത്ത് 2 ദിവസം മുമ്പ് ഞാൻ വാളിന് പോകുമ്പോ കാറിന്നാണ് വാളൊക്കെ പ്രസംഗം കേൾക്കല്, മറുപടി പറയാനുള്ളതൊക്കെ കാറിന്നാ കേൾക്കല്. ഞാൻ എയർപോർട്ടിൽ നിന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഷുഹൈബ് തമ്മിയോടും പറഞ്ഞു, നിങ്ങൾ ഫുള്ള് കേൾക്കണം, മറുപടി കൊടുക്കണം. ഞാനും മറുപടി കൊടുക്കാം. നമ്മളെല്ലാരും കൂടി ഇറങ്ങുക. ഒരാളുണ്ട് ഇപ്പൊ വട്ടിട്ട് കറങ്ങണ്, പൈശാചിക പശയുള്ള ഭാഷയുമായി. അയാള് ഖുത്ബ എന്ന് ഓമന പേരിട്ടിട്ട് മിമ്പറിന്റെ മുകളിൽ നിന്ന് ഈടെ അടുത്ത് പ്രസംഗിച്ചതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മരണം
അബൂബക്കറിന് സിദ്ദീഖും ഉമറുൽ ഫാറൂഖും പോയി തീ വെച്ച് കത്തിച്ചതാ. അതിന് സഹായകമായി അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉസ്താദായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബാണ്. അതിൻ്റെ പേര് മുസന്നഫ് ഇബ്നു അബീ ശൈബ എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഷിയാക്കളുടെ പാള കിതാബിൽ നല്ല ഇത് പറയുന്നത്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ സൈദ്ധാന്തികനായ ഇമാം ബുഖാരിയുടെ ഗുരുവര്യരായ ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ മുസന്നഫ് നോക്കി, അതിന്റെ 1-ാമത്തെ പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ അങ്ങനൊരു വർത്തമാനം ആ കിതാബിലില്ല. കിതാബ് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറയുന്ന ആളുകൾ മിഹ്റാബ് പിടിച്ചെടുക്കുന്ന കാലമല്ലേ, സ്റ്റേജുകൾ കയറുന്ന ലോകമല്ലേ. ഇതല്ലേ മുസ്തഫ നബി പറഞ്ഞത്, യഅ്തൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ വാപ്പമാരും കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനങ്ങളുമായി കയറി വരുന്ന കുട്ടി ദജ്ജാലുകൾ ആഖിർ സമാന്റെ അടയാളമാണ്, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പച്ച കുഫറാണ് വിളമ്പണേ, പച്ച കുഫർ. മുസ്തഫാന്ന് പേരുണ്ടായിട്ട് കാര്യമുണ്ടോ? പച്ച കുഫർ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഷറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ദീർഘമായി പറയാനല്ല ഞാൻ അതൊക്കെ തുടങ്ങിച്ച്. നരകത്തെക്കുറിച്ച് ഒറ്റ കാര്യം നിങ്ങൾ കേൾക്കണം. നരകത്തിന്റെ മോചനം ഞാൻ പറഞ്ഞല്ലോ, കുടുംബസമേത സ്വർഗത്തിലെത്തുന്നവരിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ ഗൾഫിൽ കുറെ ഫാമിലി ഉണ്ട്, അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി. ഞാൻ എന്നെ ഉച്ചക്ക് രാവിലെയൊക്കെ ഭക്ഷണം കഴിച്ചത് ഇങ്ങനെ ഒരു 10-13 ഫാമിലി അൽഹംദുലില്ലാ നന്മയിൽ അവര് നുകരുന്നു, പകരുന്നു, ഷെയർ ചെയ്യുന്നു, ദുഃഖത്തിൽ ഷെയർ ചെയ്യുന്നു, പരസ്പരം മുഷാവറ ചെയ്യുന്നു. 1-2 ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ തന്നെ തോന്നണില്ല. അള്ളാഹുവേ പടച്ചോനെ, എനിക്ക് തോന്നി എൻ്റെ പെണ്ണുങ്ങളായിട്ടും കൊണ്ട് വന്നാലോ എന്ന്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുള്ള സുഖം പോവും, അതുകൊണ്ട് പിന്നെ ഞാൻ വരണില്ല. ഇപ്പൊ ഉള്ള സുഖം ചിലപ്പോൾ പോവും. അതുകൊണ്ടാണ് ഏറും മൂറും ഒക്കെ എന്നുള്ള സംഗതി ഉണ്ട്. നമ്മളവിടെ ഇങ്ങനെ വാത് പറഞ്ഞ ഇടയിൽ പെണ്ണുങ്ങളായിട്ടൊന്നും അവിടെ ശരിയാവില്ലല്ലോ. ഏതായാലും നിങ്ങളെ ഈ നിഅമത്ത് അല്ലാഹു നിലനിർത്തി തെറ്റ്. ശരിക്കുള്ളൊരു മസ്കൻ അത് നിങ്ങളെ വീടാ, സമാധാനം ഇറങ്ങുന്ന സ്ഥലം. ഭാര്യയും ഭർത്താവും നമ്മളെ നാട്ടിലൊക്കെ എത്ര സ്ഥലത്ത് ചില ആളുകളൊക്കെ കല്യാണത്തിന് മുമ്പ് വലിയ സന്തോഷമായിരിക്കും, ഭാര്യയും ഭർത്താവും ചിരിക്കും, പക്ഷെ ഉള്ളിലാണ്ട് പോയാൽ മധുരൂഹതായിരിക്കും, എന്നും പ്രശ്നമായിരിക്കും. എത്ര അനുഭവങ്ങളുണ്ട് അറിയോ, എത്ര സ്ഥലങ്ങളുണ്ട് അങ്ങനെ. ഞാനൊരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഒരു വാല് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഒരു മനോഹരമായ വീട്. അപ്പൊ ആ വീട്ടുകാരെന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ പെണ്ണുങ്ങളൊക്കെ നിങ്ങളെ വാള് എവിടെ ഉണ്ടെങ്കിലും വരവുണ്ട്, എൻ്റെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് ചായം കടിയും നിർബന്ധിച്ചപ്പോൾ പോണ വഴിയിൽ തന്നെ ഞാൻ വീട്ടിൽ കയറി കൊലായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ നല്ലൊരു വീട്, നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല തൊപ്പിയുണ്ട്, താടിയുണ്ട്, അവൻ്റെ ഭാര്യ ഉള്ളിലുണ്ട്. അപ്പൊ എനിക്ക് അണ്ടിപ്പരിപ്പും ചായയൊക്കെ കൊടുന്ന് വെച്ചു. അപ്പൊ ഞാനിങ്ങനെ അതൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എന്തിച്ചു, ഉള്ളിൽ എൻ്റെ കൽബിൽ ഇങ്ങനെ ഒരു ആഗ്രഹം, അതൊരു ദുആയിട്ട് ഇങ്ങനെ രൂപപ്പെട്ടു. പഠിച്ചോനെ, ഇങ്ങനെ ഒരു കുടുംബം ഞമ്മക്കു നീ തരണേന്ന് അറിയാതെ ഇങ്ങനെ, അതുകൊണ്ട് മനസ്സിൽ കരുതിയിട്ടുള്ള ദുആയിരുന്നിട്ടൊന്നുമില്ല. അപ്പോഴേക്ക് ഇയാളിനോട് പറഞ്ഞു, സതേ ഞാൻ വല്ലാത്തൊരു അങ്കലാപ്പിലാണ്, പ്രയാസത്തിലാണ്. എന്തെന്ന് വെച്ചു, ഞാനും എൻ്റെ പെണ്ണുങ്ങളും തമ്മിൽ മുണ്ടിയിട്ട് 17 സഹിക്കണ പറഞ്ഞേ. അപ്പൊ ഞാൻ അള്ളഹാനോട് തന്നെ, പഠിച്ചോനെ നേരത്തെ ഞാൻ പറഞ്ഞ തമാശ ഏട്ടാ, കാര്യമായിട്ടെടുക്കരുത്. കാരണം അത് ഒരു ലൈഫ് എനിക്കെന്നാ ഞാനും എൻ്റെ ഭാര്യ മുണ്ടൂല, അതെല്ലാം ഉണ്ടാകുക. കാഴ്ചയിലൊരു കുഴപ്പമില്ല, പെണ്ണുങ്ങൾ 30 തമ്മിൽ മുണ്ടിയിട്ട് 17 സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ ഈ 17 ആകുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം ഒന്നും വേണ്ടെന്ന് വെച്ചാൽ. അപ്പൊ അയാളിനോട് പറഞ്ഞ്, രാവിലെ ഞാൻ പോവാനായാല് ഒരു എഴുത്ത് എഴുതും, എനിക്ക് പോവാൻ സമയമായിട്ടുണ്ട്, നാസ്ത ഉണ്ടാക്കിക്കൊണ്ട്, എന്നിട്ട് ഓളെ മാക്സിമം ഒറ്റ ഏറാ ഓളെടുത്ത് വായിച്ചാൽ ഇവൻ പോവാൻ സമയക്കണമെന്ന് വേം പുട്ടും കടലൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിൾ കൊടുത്ത് വെച്ചിട്ട് ഓളൊരു എഴുത്ത് എഴുതും, കൊണ്ടേച്ചിക്കണ് നക്കി പോയിക്കോന്നിട്ട് അങ്ങോട്ട് വരും. ഇങ്ങനെ എറിഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച അയക്കണം. അവിടേക്കാണ് ഞാൻ കയറി ചെല്ലണത്. പുറത്തൊക്കെ കണ്ടാൽ കുഴപ്പമില്ല, ഉള്ളു മുഴുവനും വേലിയേറ്റാണ്. ആരടാ ഞാനെടാ, പോടാ വാടാ, ഞാനാ എടാ, പുറത്തൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷേ അൽഹംദുലില്ലാ ഈ നിഅമത്ത് അല്ലാഹു നിലനിർത്തി തെറ്റ്. ഒരു കാര്യം പ്രവാസികളായ നിങ്ങളോട് എന്നെയും പ്രതിക്കൂട്ടിലാക്കി പറയാനുള്ള എന്താ അറിയോ, പരമാവധി തീറ്റ കുറക്കണം. കാരണം നമുക്കൊക്കെ എക്സർസൈസ് കുറവാണ്. തീറ്റ കുറക്കണം. തീറ്റ കൂടിയാൽ ഫുജൂത്തുൽ മൗത്ത് കൂടും, പെട്ടെന്ന് മരിക്കും. നമ്മളാരും ഉണ്ടാക്കിയല്ല, അത് ഹദീസാണ്.
നിസ്കാരം എപ്പോഴും 3 അറയാണ്. ഒരറയിൽ ഭക്ഷണം, മറ്റൊരറയിൽ വെള്ളം, ഒരറ ഒഴിച്ചിടണമെന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്കിത് പറയാൻ അറിയാതുണ്ട്, കാരണം ഞാൻ അങ്ങനെ തിന്നുന്ന ആളാണ്. ഇപ്പൊ ചില ആളുകൾ വയറ് നിറഞ്ഞാലും എണീക്കൂല, കൈ അടിയുമ്പോഴേ എണീക്കുള്ളൂ. അതാണ്. ഇനി റമദാനൊക്കെയാണ് വരുന്നത്. ആ മഗ്രിബ് കണ്ടായാൽ പറ തൊറ അത്താഴം പത്താഴം മുത്താഴം എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റൊക്കെ ലഗേജ് കയറ്റണമായിരുന്നു. ഈ നോമ്പിനൊക്കെ വളരെ നോമ്പിറക്കുമ്പൊക്കെ കുറച്ച് തിന്നാൽ അത്രയും തറാവീഹ് റാഹത്താണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ എനിക്കറിയില്ല. ചില ആളുകൾ തിന്ന് കഴുത്ത് വരെ ഉറപ്പിച്ചിട്ടുണ്ട് തറാവിക്ക് പെരുമ്പാമ്പ് ഏറെ വിങ്ങി പറഞ്ഞാൽ ഒരു വരെ വരാൻ. സുബ്ഹാനല്ലാഹ്. തക്ബീറാണ്ട് കെട്ടിയാൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്നാ പണി. 20 റക്അത്തും 40 തേട്ടലുമാണ്. നിസ്കാരത്തിനൊന്നും രസമില്ലല്ലോ. ഏതൊരു സ്ഥലത്ത് സുജൂദ് പോയിട്ട് ഒരു ചങ്ങായി തേട്ടിയപ്പോ 3 അണ്ടിപ്പരിപ്പാണല്ലോ മൂക്ക കൂടി പുറത്തു കൊണ്ടത്. പായസാണ്ട് കുടിച്ചിട്ട് അണ്ടിപ്പരിപ്പ് താവാതെ പൊന്തി കിടക്കുകയാണ്. തീറ്റ കുറച്ചാൽ കസ്വത്തുൽ കൽബ് ഉണ്ടാവില്ല, ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവും. നോമ്പ് വരാൻ പോവാണ്, അതുകൊണ്ട് പറയാണ് അള്ളാഹു നമുക്ക് തീറ്റ കുറക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വല്ലാതെ ആമ്യം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഇല്ല, എന്നാലും ഞാൻ ദ്വാരക്കാണ്. പൊറാട്ടന്റെ എണ്ണെങ്കിലും ഒന്ന് കുറക്കാൻ അള്ളാഹു തആല മഹാഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒന്ന് ആമ്യം പറഞ്ഞേക്കൂ, ഒന്നെങ്കിലും കുറഞ്ഞിട്ട് അത്ര ആയുസ് കിട്ടും. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് മഹാഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഞാൻ പിരിയുന്ന സമയത്ത് നിങ്ങളോടൊക്കെ വെള്ളിയാഴ്ച രാവിൽ ഇടയ്ക്ക് 1-2 ചിന്തിക്കാനുള്ള ഫലിതങ്ങൾ, ഫലപ്രദമാക്കാൻ ശ്രമിക്കുന്ന ഫലിതങ്ങൾ ഞാൻ പറഞ്ഞാലും ഈ രാവിൽ നേടിയെടുക്കേണ്ട 2ാമത്തെ കാര്യം പ്രധാനമായി ഞാൻ പറഞ്ഞില്ല. ഇനി നിങ്ങളൊക്കെ ആ പ്രധാനമായി പറയുന്നതിലേക്കൊന്ന് മനസ്സിൻ്റെ വാതിൽ തുറന്ന് കേൾക്കണേ. 2ാമത്തെ മോചനം കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്നുള്ള മോചനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. സലവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ ആനാമി ബദ്റുത്തമാമി അസ്സലാമു അലൈക യാ മാഹിദു നബി അസ്സലാം അലൈക യാ ജാലിൽ ഖുർബി അല്ലാഹു അല്ലാഹു അല്ലാഹു. നിങ്ങളാ കൂട്ടത്തിൽ നല്ല സൗണ്ടും പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആ ദഫ് എത്ര ആശയം എൻ്റെ റൂമിൽ നിന്ന് കേട്ട് അറിയോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ 13 കുടുംബം, അതില് മജ്ലിസുന്നൂർ, അതില് വാള്, അതില് സലാത്ത്, അതില് മദ്ഹ്, അതില് ദഫ്. പടച്ചോനെ പടച്ചോനെ പടച്ചോനെ, എൻ്റെ കണ്ണിന് വെള്ളം നിറഞ്ഞോ ഈ സന്തോഷത്തിൻ്റെ മുമ്പിൽ. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഞാനിങ്ങനെ തുറന്ന് കൂടുതൽ പറയാറില്ല, പക്ഷെ മനസ്സ് സമ്മതിക്കണില്ല. അതുകൊണ്ടാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരു പക്ഷേ നാളെ തന്നെ നാട്ടിൽ പോയാൽ, ഒരു വിദേശ യാത്ര കഴിഞ്ഞ പിന്നെ നാട്ടിൽ പോയാൽ ആ 3-4 ദിവസത്തെ പരിപാടിയിൽ ഈ ചൂട് ഇങ്ങനെ കയറി വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റാന്താണ് പ്രസംഗത്തിൽ മിക്കവാറുങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം തീരുമാനം എടുത്തിട്ട് പോകണ്ട, അത് അനിയന്ത്രിതമായിട്ട് ഒഴുകും. അതാണ് വികാരം. അള്ളാഹു കബൂലാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. ഈ ഇരുത്തം, ഈ പൊരുത്തം നാളെ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കാരണമായി സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ ബെയ്ത്ത് നല്ല കേട്ടോ. ആ ദഫിൽ വേണമെങ്കിൽ ഇതൊന്ന് വെച്ചു കൊടുത്താളി. ഇത് നല്ലതാണ്. ഇത് പഴയ കാലത്തുകൾ. അല്ലാ, ലാസ്റ്റ് ശ്വാസത്തിൽ വേണ്ടതല്ലോ. അല്ലാ. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ വല്യപ്പാന്റെ ചുണ്ട് തമ്മിൽ മുട്ടണില്ല, സക്കറാത്തിന്റെ ഹാലാണ്. അപ്പൊ ഉസ്താദെ കെലിമെല്ലാം പറ്റുമോന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, കെലിമ ചെല്ലാൻ ചുണ്ട് തമ്മിൽ മുട്ടണ്ട. കാരണം അള്ളാ എന്നുള്ളതിൽ 3 അക്ഷരമേ ഉള്ളൂ. അലിഫ് ലാമ് ഹാ. ഇതന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിലുള്ളൂ. അലിഫ് ലാമ് ഹാ. 4ാമത്തെ ഒരു അക്ഷരം ഇല്ല. ഈ 3 അക്ഷരത്തിന് ചുണ്ട് മുട്ടണ്ട. കാരണം അത് ജൗഫിയാണ്, ശഫവി അല്ല. അപ്പൊ ചുണ്ട് പൊളത്തിയാലും ഇത് പറയാം. നമ്മൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ചുണ്ട് തമ്മിൽ മുട്ടിയിട്ടില്ല. ലാസ്റ്റ് എനിക്ക് ചെല്ലണം എന്നുണ്ടായിരുന്നു, ചുണ്ട് ഇളകിയില്ല എന്ന് അള്ളഹാനോട് പറയാൻ പറ്റൂല. അള്ളാഹ് വരും, ആ കെലിമ ചെല്ലാൻ ചുണ്ട് വേണ്ടല്ലോ, നാവ് ഇളകിയാ മതി. ഇഞ്ഞൊരാൾക്ക് നാവ് ഇളകണില്ലെങ്കിലോ ശ്വാസത്തിന്റെ ഉള്ളിലേക്ക് ഈ കെലിമാണ്ട് കയറ്റിയാൽ മതി. അതിന് അംഫാസിയ ദിക്ർ എന്ന് പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പൊ ലാസ്റ്റ് ശ്വാസം ഇതിൽ നിലച്ചാൽ ജീവിതത്തിന്റെ ഭാഗ്യത്തിന്റെ വാതിൽ തുറന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരാണ്. ഒരു കൊല്ലത്തെ മാസങ്ങളുടെ എണ്ണം 12ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് 12 അക്ഷരാണ്. അബൂബക്കർ സിദ്ദീഖ് 12 അക്ഷരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് 12 അക്ഷരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 അക്ഷരാണ്. അലി ഇബ്നു അബി ത്വാലിബ് 12 അക്ഷരാണ്. ഇതൊക്കെ വെറുതെ ആണോ? ഇതൊക്കെ പഠിപ്പിക്കാൻ വന്ന് മുത്തനബി റബീഉൽ അവൽ റബ്ബിൻ വിധിയാലെ റബീഉൽ അവൽ 12-നുദിത്തവരാ 12-നുദിത്തവരാ എങ്ങും വിരിഞ്ഞു മണം വീശുന്ന മലർ റോജാ റസൂലുള്ളാഹ് മലർ റോജാ റസൂലുള്ളാഹ്. ഈ 12കളോട് ബന്ധപ്പെടണം. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് രണ്ടും കൂടി കൂട്ടിയാൽ 24 അക്ഷരാണ്. ഒരു ദിവസത്തെ മണിക്കൂറുകളുടെ എണ്ണം 24 ആണ്. ലാ തഖൂമു സഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫി റിവായത്തിൻ അല്ലാഹ് അല്ലാഹ് മുഹമ്മദ് മുസ്തഫ. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിലൂടെ കറങ്ങുന്നുണ്ട്. പക്ഷേ ഭൂമി അതിന്റെ സാങ്കല്പികമായ അച്ചുതണ്ടിലൂടെ കറക്കുന്ന ഇന്ധനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച് പറയുന്ന ഒരാള് ഭൂമിയിലുണ്ടെങ്കിൽ അന്ത്യപ്രളയത്തിന്റെ വിളംബരമുള്ള സർവനാശത്തിന്റെയും കാരണമായ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ അത് സംഭവിക്കില്ല. ഈ ഒരു കലിമയുടെ നിലയും വിലയും വെയിറ്റ് നോക്കൂ. അത് കൽബിന്റെ ഉള്ളിലാണ്ട് അങ്ങോട്ട് ആണി തറക്കും പോലെ തറച്ചു വെച്ചാൽ സമാധാനായി. സന്തോഷ സമയത്തും സന്താപ സമയത്തും ആരോഗ്യമുള്ളപ്പോഴും ക്യാൻസർ പിടിച്ച് കിടക്കുമ്പോഴും ദാരിദ്ര്യമുള്ളപ്പോഴും ധനാഢ്യനായാലും അവന് എപ്പോഴും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹനെ കണ്ട് ഏൽപ്പിച്ചാ പോരെ, ഏൽപ്പിക്കേണ്ടത് പോലെ ഏൽപ്പിച്ച അത്ഭുതല്ലേ. ഇന്നും നടക്കണില്ല അത്ഭുതങ്ങള്? ഇന്നും നടക്കുന്നുണ്ട്. ഞാന് സത്യത്തില് ഈ പ്രസംഗത്തിന് വരുന്നേരെ റൂമിന് കുരച്ചുകൊണ്ടിരിക്കുക. കാരണം നാട്ടിലിപ്പോ നല്ല മഞ്ഞാണ്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം മഞ്ഞ് കൊണ്ടിട്ടുള്ള വയലാ. ഒരൊറ്റ ദിവസം റെസ്റ്റ് ഇല്ല. ഇങ്ങോട്ട് വന്നത് ഒരു സ്റ്റേജിൽ നിന്നാണ്, ഇനി ഇവിടുന്ന് പോയാൽ പോണത് വേറെ സ്റ്റേജിക്കാണ്. അപ്പൊ റെസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഈ കൊര നിൽക്കണില്ല. ഡോക്ടർ പറഞ്ഞ ഒറ്റ ദിവസം റെസ്റ്റ് എടുത്താൽ മതി, നനങ്ങോട്ട് കിട്ടണില്ല. അപ്പൊ റൂമിൽ നിന്നൊക്കെ ഭയങ്കര കൊര, സംസാരിക്കുമ്പോ കൊര, ചിരിക്കുമ്പോ കൊര. നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ എത്ര കൊരയാൻ കുറച്ച്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ മഗ്‌രിബിന് ശേഷം ഞാൻ ദ്വാരുന്ന സ്ഥലത്തിലേറ്റ് പ്രസംഗത്തിനിടയിൽ ഒരു കൊര എനിക്ക് ഉണ്ടാവരുത് എന്ന് ഇപ്പൊ ഒരു ഉണ്ടായിട്ടില്ലല്ലോ. ഒറ്റ പ്രാവശ്യം കുറച്ചിട്ടില്ലല്ലോ. ചിലപ്പോ ഇനി പറഞ്ഞതിന്റെ പേരിൽ 1-2 കൊര ഉണ്ടായിക്കൂടാ. ഇല്ല, നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അല്ല, അങ്ങനെ ഉണ്ടാവില്ല. പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് സ്വീകരിക്കും, അള്ളാഹ് സ്വീകരിക്കും. മനസ്സാണ്ട് അള്ളാഹ് കൊടുത്ത സലാത്തിന്റെ അഡ്രസ്സിൽ കൈപ്പൊക്കിയാൽ പടച്ചോൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഉമ്മാരെ, കേരളത്തിൽ ഉമ്മാച്ചുമ്മ എന്നുള്ളൊരു പ്രിയപ്പെട്ട സഹോദരി വൃദ്ധയാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്ന വൃദ്ധയാണ്. പക്ഷെ ആ ഉമ്മാന്റെ കൽബിൽ നിറഞ്ഞ സ്നേഹം മദീനയോട്. ഞാൻ ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ മദീനത്ത് കൊണ്ട് നോക്കൊക്കെ ദ്വാരക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളും ദ്വാരക്കണം. മദീനത്ത് പോകാൻ പൂതി, കയ്യിൽ പൈസ ഇല്ല. കേരളത്തിൽ ഈയിടെ അടുത്ത് സംഭവിച്ച കാര്യങ്ങളോട് പറയുന്നത്. കയ്യിൽ പൈസ ഇല്ല, മദീനത്ത് പോവാൻ അടങ്ങാത്ത മോഹമാണ്. പേര് ഉമ്മ ചുമ്മ എന്നാണ്. പൈസയില്ലാത്ത വൃദ്ധയായ ദരിദ്രയായ ഉമ്മാച്ചും ഒരു ദിവസം അങ്ങ് സലാത്ത് ചൊല്ലാൻ തുടങ്ങി. 10,000 സലാത്ത് ചൊല്ലി വൈകുന്നേര സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ നടത്തുകയാണ്. അല്ലാ അല്ലാ, എൻ്റെ പ്രായം കൂടിയില്ല, മുടികളൊക്കെ നരച്ചില്ല, തൊലിയൊക്കെ ചുളിഞ്ഞില്ല, നടുവൊക്കെ ഒടിയാനായില്ല, മരണം എൻ്റെ മുമ്പിലല്ല. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ ഒരു അഭിലാഷമുണ്ട്, അത് മദീനയിൽ എത്തലാണ്, മക്കയിൽ എത്തലാണ്. ഇതുവരെ ഞാൻ എത്തിയില്ല. ഇനി എനിക്ക് എൻ്റെതായ കഴിവ് കൊണ്ട് എത്താൻ കഴിയില്ല. എനിക്ക് ആരോഗ്യം കുറവാണ്, കയ്യിൽ പണവുമില്ല. പക്ഷെ സലാത്തിൻ്റെ അത്ഭുതം കൊണ്ട് എന്നെ നീ മദീനയിൽ എത്തിക്കണേ അല്ലാ. മദീനയിൽ എത്താനുള്ള ഒരാളെ എനിക്ക് കാണിച്ചു തരണേ അല്ലാ. പൊട്ടിക്കരഞ്ഞതായിരുന്നു. എന്നിട്ട് തള്ളന്റെ പണി എന്താ അറിയോ? വീടിന്റെ കൊലായിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുക, എന്ത് ദ്വാക്ക് ഉത്തരണ്ട് എന്ന് ഉറപ്പിക്കണം, എന്നാലേ ദ്വാക്ക് ഉത്തരമുള്ളൂ. നമ്മള് കിട്ടുമെന്ന് പരിശോധിക്കാൻ വരുന്നിട്ട് കാര്യമില്ല. മദീനത്തേക്ക് എന്നെ കൊണ്ടാവാൻ ഒരാളിപ്പോ വരും എന്ന വിശ്വാസത്തിൽ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ മഹലിൽ ഒരു അത്ഭുതം സംഭവിച്ചു. മഹല് പ്രസിഡന്റിന് കാറ് വിറ്റു. ഇതൊക്കെ അള്ള ഉണ്ടാക്കി കൊടുക്കുകയാണ്.
കാറ് വിറ്റപ്പോൾ മൂപ്പർക്ക് ഒരു ആഗ്രഹം, അതിലൊന്ന് 1,00,000 റുപ്യ. മക്ക മദീനയിൽ പോവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരാളെ മദീനത്തേക്ക് ഈ 1,00,000 റുപ്യ കൊണ്ട് പറഞ്ഞേക്കണം. ഇത് പ്രസിഡന്റിന്റെ കൽബിൽ തോന്നുകയാണ്. അന്ന് വരെ തോന്നിയിട്ടില്ല, വണ്ടി കുറെ വിറ്റിക്കണ്. ഇതൊക്കെ ദ്വാന്റെ ബർക്കത്താണ്. പക്ഷെ അതിൽ ഉമ്മാച്ചുമ്മ ഈ ദ്വാർന്ന തള്ളയൊന്നുമില്ല. മൂപ്പർക്ക് അങ്ങനെ ഒരു ആഗ്രഹം. മൂപ്പരെന്ത് ചെയ്തു? ആരെ കയ്യിലാ പൈസ കൊടുക്കുക? അപ്പൊ മൂപ്പരെ മഹലിലെ ഖത്തീബിന്റെ സുഹൃത്താ, ഒരു നിസാമിയാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഉംറക്ക് ആളെ കൊണ്ടുപോകുന്ന ആളാണ്. അടുത്ത മാസം പോകണ്ടെന്ന് പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു. വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഖത്തീബിന്റെ റൂമിൽ കയറിയിട്ട് 1,00,000 റുപ്യാണ് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്ന് വണ്ടി വിറ്റ് കിട്ടിയ പൈസയാണ്, ഇതിന്ന് 1,00,000 റുപ്യ മക്ക മദീനത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഈ വാങ്ങിയ ആളെന്നോട് പറയാൻ, നിസാമി ആ 1,00,000 വാങ്ങിയപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു, റഹ്മാനി ആരെയാണ് കൊണ്ടുപോവാന്ന്. ഒക്കെ അള്ളാന്റെ പണിയാ, ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. മൂപ്പരെ കുടുംബത്തേക്ക് മൂപ്പരെ മനസ്സ് പോയില്ല. കുടുംബത്തിലെ കുറെ ആളുണ്ടാവുമല്ലോ, മൂപ്പരെ മനസ്സൊക്കെ ആദ്യം വന്നത് ഈ തള്ളനെയാണ്. മൂപ്പര് ഖിദ്മത്ത് ചെയ്യുന്ന ജോലി ചെയ്യുന്ന മഹലിലെ അന്ന് 10,000 സ്വലാത്തല്ലിയിട്ട് വൈകുന്നേരം പൊട്ടിക്കരഞ്ഞ് എന്നെ മദീനത്ത് എത്തിക്കണേന്ന് തോരുന്ന ഈ തള്ളനെ കണ്ട് ഓർമ്മ വന്നു. ഉടനെ ഈ പൈസ ഇട്ട് ആ തള്ളന് വിട്ടു പോയി. അപ്പൊ തള്ളന്റെ പണി എന്താരോ, പുറത്തിങ്ങനെ കാത്ത് കാര വരുന്നതെന്ന്. അപ്പോഴാ 30,00,000 റുപ്യായിട്ടാണ് കയറി ചെല്ലുന്നത്. ഈ ഉസ്താദിനെ കണ്ടേക്ക് തള്ളറിഞ്ഞ്, ആ ഉസ്താദെ മദീനത്ത് കൊണ്ടാൻ വേണ്ടി വരികയല്ലേ. അപ്പൊ അയാൾക്ക് അതിനേക്കാളും പേടിയായി. കാരണം ഇത് പൈസ തന്ന ആൾക്ക് പോലും ഇതിനെ കൊണ്ടുപോകണ അറിയില്ല. ഇത് ഇയാളെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, ഉമ്മാച്ചുമ്മാനെ കൊണ്ടുപോകുന്നത്. അത് തന്ന ആചാര്യക്ക് പോലും അറിയില്ല, ഇയാൾക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളൂ. പക്ഷെ അത് തള്ള ഇങ്ങോട്ട് പറയാം. അപ്പൊ ചോദിച്ചു, ഞാനിപ്പോ അതിന് വരിക നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാനേ 10,000 സ്വലാത്തല്ലിട്ട് കരഞ്ഞ് ദ്വാരുന്നിരിക്കുക, പിന്നെ നിങ്ങളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലാവൂലേ. വാങ്ങി പാസ്പോർട്ട് വാങ്ങി പോയി, വിസ അടിച്ചു, ടിക്കറ്റ് വന്നു. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് കേട്ടോ, ഇനിയാണ് കേൾക്കേണ്ടത്. ഒക്കെ റെഡിയായി. പോണേന്റെ 2 ദിവസം മുമ്പ് ഉമ്മാച്ചുമ്മ ഈ ഉസ്താദിനെ വിളിച്ചു. എന്നിട്ട് ഒരു 500 റുപ്യ എടുത്ത് കൊടുത്തു, ഉസ്താദെ എനിക്കൊരു കഫൻ തുണി വേണമെന്ന്. അപ്പൊ ഇയാൾ വെച്ച്, ഇഹ്റാമിന്റെ വസ്ത്രമല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണേ? ഉംറക്കോമ്പോ കഫൻ തുണിയല്ലല്ലോ വാങ്ങുക. അല്ല, ഇഹ്റാമിനുള്ള മൊക്കന പർദ്ദ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഇനി കഫൻ തുണിയാണ് വേണ്ടത്. എന്തിനാന്ന് വെച്ച്, ഞാൻ ആ 10,000 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തപ്പോൾ ഉസ്താദേ മനസ്സ് പൊട്ടിയിട്ട് പടച്ചോനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രായമായി, അന്ധതയായി, ഞാൻ വൃദ്ധയായി, ഞാൻ ഓരൊടിഞ്ഞോ, നരമ്പുകളൊക്കെ പൊന്തി വരുന്നോ, ഇനി ജീവിതത്തിൽ കുറെ ആയുസ് എനിക്കില്ല, ആഗ്രഹവുമില്ല. പക്ഷെ ഒരാഗ്രഹമുണ്ട്, എനിക്ക് മദീനയിൽ ഒരു ഖബർ തരണേ അല്ലാ എന്ന് 10,000 സ്വലാത്ത് ചൊല്ലി ഞാൻ അല്ലാഹുവിനോട് ദ്വാർന്നിട്ടുണ്ട് ഉസ്താദ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ വന്ന് തിരിച്ചു വരുമ്പോ ഞാൻ മദീനയിൽ കിടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എനിക്ക് കഫൻ തുണി വേണേ, കഫൻ തുണി വേണേ, നിങ്ങൾ ബുദ്ധിമുട്ടരുതൊരു കഫൻ തുണി വേണേ. ആ ഗ്രൂപ്പിൽ എല്ലാവരും ഇഹ്റാമിന്റെ, ആണുങ്ങളൊക്കെ ഇഹ്റാമിന്റെ വസ്ത്രം, പെണ്ണുങ്ങളും ഒക്കെ അതിന്റെ വസ്ത്രങ്ങളൊക്കെ പോകുമ്പോ ഉമ്മാച്ചുമാന്റെ ബാഗിൽ ഒരു എക്സ്ട്രാ ഉണ്ട്, ആ കഫൻ തുണിയാണ്. മക്കത്തെ ദിവസങ്ങൾ കഴിഞ്ഞു, മദീനത്തെത്തി. ഖത്തീബ് എന്നോട് പറയാണ്, മദീനത്ത് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ പെണ്ണുങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, ഉമ്മാച്ചുമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. സ്വലാത്ത് തന്നെ 8 മണിക്കൂറും സ്വലാത്ത് തന്നെ. അവിടെ എത്തിയപ്പോ ഖത്തീബിനോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ റൂമിക്കില്ല, ആകെ 4 ദിവസമല്ലേ നമ്മളുള്ളൂ, ഞാൻ റൂമിക്കില്ല പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? ഭക്ഷണത്തിന് കാരൊക്കെ ഉണ്ട്, സംസം വെള്ളം ഉണ്ട്, ഞാൻ കുടിച്ചോളാം. നിങ്ങൾ എവിടെ? ഞാൻ റസൂലുള്ളാഹിനോട് ചാരി നിൽക്കാൻ നോക്കട്ടെ. എനിക്ക് റൗദയിൽ സ്ഥലം കിട്ടിയില്ലെങ്കിൽ കണ്ണോണ്ട് ആ പച്ചക്കുപ്പ് ഇങ്ങനെ കണ്ടിട്ട് ദൂരത്ത് നിന്നാ മതി, ഇന്നെ റൂമൊക്കെ വിളിക്കരുന്നിട്ട് പൊട്ടിയാണ് കരഞ്ഞു. നിർബന്ധമായി ഖത്തീബ് പെണ്ണുങ്ങൾ ഇരിക്കണം ദൂരെ സ്ഥലത്ത് മുസല്ലിട്ട് കൊടുത്ത്. ഉമ്മാച്ചുമ്മ അവിടെ ഇരിക്കും, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറത്തു പോവും, ഒതുർത്ത് വരും, സമയമായാൽ അജവ കഴിക്കും, സംസം വെള്ളം കുടിക്കും, തസ്ബീഹ്, സലാത്ത്. 3 ദിവസമായപ്പോൾ ഉമ്മാച്ചുമ്മാന്റെ അകന്ന കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ജിദ്ദയിൽ നിന്ന് ഉമ്മാച്ചുമ്മ ഇന്ന ഗ്രൂപ്പിലായി വന്നു എന്നറിഞ്ഞപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഉമ്മാച്ചുമ്മാനെ സന്ദർശിക്കാൻ വരികയാണ്. അവരുടെ ഗ്രൂപ്പ് അറിഞ്ഞു, അവർ താമസിക്കുന്ന ഹോട്ടൽ അറിഞ്ഞു. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഖത്തീബ് അമീർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ തന്നെയാ
പക്ഷെ ഈ 3 ദിവസം റൂമിൽ വന്നിട്ടില്ല. മുത്ത റസൂലുള്ളാന്റെ പച്ചക്കുബ്ബ കണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലി ഇരിക്കുകയാ. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ അടുത്തതേ ദിവസം മദീനയിലായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ മദ്ഹുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, ഈ കുടുംബത്തിൽ വന്ന ആളുകളേറ്റ് അമീർ ഉമ്മാച്ചുമ്മാക്ക് വിരിച്ചു കൊടുത്ത സ്ഥലമുണ്ട്, മുസല്ല. അതിൽ പോയേക്കുമ്പോൾ അവിടെ പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് ചിലവർ കരയാണ്. പോയി നോക്കുമ്പോൾ കഫൻ തുണിയുമായിട്ട് മദീനയിലേക്ക് പോയ ഉമ്മാച്ചുമ്മ മുസല്ലയിൽ മരിച്ചു കിടക്കുകയാണ്. ആ തള്ളപ്പ് കിടക്കണ ജന്നത്തുൽ ബക്കയിലാണ്. അള്ളാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ സ്വലാത്തിന് വേണ്ടി ഇറങ്ങിയ ആയത്ത് ഈ മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക. സകല കുടുംബവും ചൊല്ലിക്കോളി. ഞാൻ ഷെയ്ഖായിട്ട് ഇജാസത്ത് തരികയല്ല, ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് അറിയണ സ്വലാത്തല്ലേ മതി. അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ. മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും, മാലിൽ ബർക്കത്തുണ്ടാവും, ഔലാദിൽ ബർക്കത്തുണ്ടാവും, മനസ്സിന് സമാധാനം ഉണ്ടാവും, രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും, ഈമാൻ കിട്ടി മരിക്കാൻ കാരണമാവും. ഷാബാന്റെ ഈ രാവിൽ തീരുമാനമെടുത്താൽ ഒരു പ്രത്യേകമായ ബർക്കത്ത് നിങ്ങളെ തേടിയെത്തും. റഹ്മത്ത് കൊണ്ട് അള്ളാഹു പൊതിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ വേണ്ടത് നാളെ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ. അതും ഈ രാത്രിയിൽ തീരുമാനമാണ്, അതും ഈ രാത്രിയിൽ തീരുമാനമാണ്. ഒരു സംശയം വേണ്ട. നരകത്തിലേക്കുള്ള കോടികളെ പടച്ചവൻ സ്വർഗത്തിലേക്ക് ഈ രാത്രിയിൽ മാറ്റി എഴുതുമ്പോ ഈ ഓഡിറ്റോറിയത്തിൽ പാതിരാവിന്റെ ഉള്ളറയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി കുടുംബസമേതവും അല്ലാതെയും വന്നിരിക്കുന്ന കുട്ടികളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും അടങ്ങിയ ആണുങ്ങളും പെണ്ണുങ്ങളും അടങ്ങിയ പടച്ചോന് വേണ്ടി മാത്രമുള്ള ഇരുത്തം നാളെ അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചേർട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. എന്താണ് നരകം, അല്ലെങ്കിൽ കടക്കാനുള്ള നരകമേതാ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്ത്, വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശൈഖാ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സലൂ ഖസനതുഹാ അലം യഅതികുൻ നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. വലിച്ചിട ഏറിന രൂപം എങ്ങനെ അറിയോ? ഫയുഖദ് ബിൻ നവാസി വലഖദാം. ഈ കാല് കണ്ട് മടക്കും, നെറുന്തലേക്ക് കണ്ട് മടക്കിയിട്ട് റൗണ്ടാക്കിയിട്ട് മലക്കുകൾ അവരുടെ കാലുമുട്ട് ഊരിയാണ്ട് പൊട്ടിക്കും, എന്നിട്ടാണ് വലിച്ചെറിയും. അതെന്നെ സിറാത്ത് ഭാഗത്ത് കൂടി നടക്കുകയാണെങ്കിലോ, നമ്മള് ഉമ്മാര് പഴയ കാലത്ത് പറയാറുണ്ട് പാലം വിട്ടെടുക്കണ്ട മോനെ എന്ന്. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ മൊബൈലിലെ റേഞ്ച് വേണ്ട മോനെ എന്നപ്പോ പറഞ്ഞ് പാലം വിട്ടെടുക്കണ്ട മോനെ എന്ന് പറഞ്ഞ് ഉമ്മാരുണ്ടായിരുന്നു. പാലത്തിന്റെ നീളം എത്ര കാര്യങ്ങള്? 762,62,30,000 കിലോമീറ്റർ സിറാത്ത് പാലത്തിന്റെ നീളം. അത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെന്ന് എനിക്ക് തന്നെയല്ലേ പണി, വേറെന്താ പണി? 762,62,30,000 കിലോമീറ്റർ. ഷിയാബ് ചോറ്റൊരു ചോറ്റൂർന്ന് മക്കത്ത് കടന്നു, ആകെ 4,000 കിലോമീറ്റർ. 1.5 കൊല്ലം കൊണ്ടാണ് എത്തിയത്. അതിന് അദ്ദേഹം തിരിച്ചെന്നിട്ട് എന്നോട് പറഞ്ഞു ശരീരമൊക്കെ മുറിയായിരുന്നു. 4,000 കിലോമീറ്റർ, ഭൂരിഭാഗം ഹൈവേ റോട്ട് കൂടി, ഒപ്പം നടക്കാൻ ആളും ഉണ്ടായിരുന്നു. സിറാത്ത് പാലത്തിന് നീളെ 762,62,30,000 കിലോമീറ്റർ. പാലത്തിൻ്റെ വാളിനേക്കാൾ മൂർച്ച നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഫിസിക്കലി കഴിവുകൊണ്ട് വിട്ടടക്കാൻ പറ്റൂല. എന്നാൽ സ്വലാത്തിന്റെ ആളുകൾക്ക് സ്വലാത്ത് അവിടെ മർക്കബാവും, ഒരു വാഹനമാവും. ഡ്രൈവറോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ ഇസ്ലാമോ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കളുടെ അധ്യക്ഷൻ. പ്രകാശത്തിന്റെ സ്പീഡോ 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ ഡ്രൈവർ എത്ര സ്പീഡ് പോവും? നമ്മൾ അതിലൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ഇത് ജിബ്രീൽ ഏറ്റതാണ്. സ്വലാത്ത് അധികരിപ്പിച്ചവന്റെ കൈ പിടിച്ചിട്ട് പാലം വിട്ട് കിടക്കും ഞാനെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. എനിക്ക് പ്രഥമമായും പ്രധാനമായും ആവർത്തിച്ചും മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള ഉത്കൃഷ്ടമായൊരു സുഹൃതം നാളത്തെ സൗഭാഗ്യത്തിന് വേണ്ടി സ്വലാത്ത് അധികരിപ്പിക്കണം എന്നതാണ്. ഇന്നത്തെ രാത്രിയിൽ ലാ ഹൗല അവതരിപ്പിച്ചോളൂ. അതോടുകൂടി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് എന്നും നല്ലതാണ്, ഇത് എന്നും നല്ലതാണ്. യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്,
മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, ഈ 3 ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ദിക്ർ കൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഹബീബാ നബിയുടെ സുന്നത്തും പഠിപ്പിക്കുന്നു. ഈ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിം. നമ്മൾ 3 ഇരുട്ടിലാണ്. യൂനുസ് നബിക്ക് രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്. നമ്മൾ 3 ഇരുട്ടിലാണ്. അൽ ഖുവത്തുൽ ബഹീമിയ, അൽ ഖുവത്തു സബഇയ, അൽ ഖുവത്തു ശൈത്വാനിയ. 3 ഇരുട്ടാണ്. ഈ 3 ഇരുട്ടിൽ നിന്ന് കയറ് പൊട്ടിച്ചിട്ട് പുറത്ത് വന്നാലേ പാലം വിട്ട് കിടക്കൂ. അതിന് പറ്റുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു അത് ഒരു 3 വട്ടെങ്കിലും ഇവിടെ നമുക്ക് ചൊല്ലിയിട്ട് ഓർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പിരിയാൻ സമയത്ത് സംഗതി 11 മണി കഴിഞ്ഞു. ഇവിടെ മാക്സിമം 11 മണിയാണ്. 2-3 മിനിറ്റ് ഇപ്പുറത്തേക്കായിട്ടുണ്ട്. നമ്മൾ ദുആയൊക്കെ കഴിയുമ്പോഴേക്ക് 10 മിനിറ്റ് കഴിയും. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കൂട്ടായ്മ ഒമാന്റെ ചരിത്രത്തിൽ, ഞാൻ പല സ്ഥലത്തും സലാലയിൽ കഴിഞ്ഞ റബീഉൽ അവ്വൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു കുടുംബ വ്യവസ്ഥിതി, ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു സുശക്തമായ മുന്നേറ്റം എൻ്റെ കഴിവുകേടുകൊണ്ടോ അറിവുകേടുകൊണ്ടാണെന്നറിയില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ പോക്കിൽ ഇത് നിങ്ങൾ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ട് SICയുടെ കീഴിൽ ഇങ്ങനെ പോയാൽ മാത്രം പോരാ, ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കണം. അതോടുകൂടി മാസാന്തമുള്ള മജ്ലിസുന്നൂറിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പിന്നെ പാവങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികളൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ സമയം 11 മണിയാന്ന് കേട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞേ അല്ലേ? പറയാമോ? 10 മിനിറ്റ് കൂടി പറയല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ മനസ്സറിഞ്ഞ്, ഇതാണ് നമ്മൾ മനസ്സല്ലാക്ക, കരഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. റബ്ബിനെ തവക്കുലാക്കിയ അത്ഭുതങ്ങളല്ലേ. ബനീ ഇസ്രായേൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. ബനീ ഇസ്രായേൽ ഒരാൾ വേറെ ആളോട് 1000 രൂപ കടം വാങ്ങി. 1000 രൂപ കടം വാങ്ങി. അപ്പൊ കടം കൊടുക്കുന്ന ആള് പറഞ്ഞു എനിക്ക് സാക്ഷ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കടം ചോദിച്ച ആള് പറഞ്ഞു കഫാ ബില്ലാഹി ഷഹീദാ, ഞാൻ നിങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു തരാൻ എനിക്ക് സാക്ഷിയായത് അള്ളയാണ്, അള്ളയാണ്, അള്ളയാണ്. ഉറങ്ങാൻ കിടന്നാലോ ഉണരുന്ന നേരത്തോ ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത കാലത്ത് കേട്ട പാട്ടുകളിൽ എനിക്ക് ഏറ്റവും സ്വാധീനം ഉണ്ടാക്കിയത് ഈ പാട്ടാണ്. അല്ലാതെ ഭ്രാന്താൽ നമുക്ക് സുഖം എന്നുള്ളതല്ല. അത് പിന്നെ വേറെ എന്നോട് പഠിത്ത ഒരാൾ വെച്ചു, അപ്പൊ അടുത്ത് ഇറങ്ങിയതിൽ എല്ലാവർക്കും സന്തോഷമുള്ള പാട്ട് ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ളല്ലേ. അതെന്താ അങ്ങനെ സന്തോഷമാകാൻ കാരണം എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഏകദേശം ഇപ്പൊ എല്ലാവരും അങ്ങനെ ഉള്ളത്. എന്തായി ഏകദേശം എല്ലാവർക്കും ഇപ്പൊ ഡിപ്രഷനാണ് ഉള്ളത്. അപ്പൊ പിന്നെ അതിന്റെ ഒരു സുഖം വേറെ ഉണ്ടാവും. അതിനിങ്ങനെ അർത്ഥം വെച്ചാൽ തർക്കടില്ല. എങ്ങനെയെന്നറിയോ? അനുരാഗം എന്നുള്ളൊരു ഭ്രാന്താണ്. അത് അള്ളാഹിനോട് വന്നാൽ അത് ഭയങ്കര സുഖമാണ്. അങ്ങനെ അർത്ഥം വെച്ചിട്ട് ആ പാട്ട് നന്നാക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല പാട്ടാണ്. അല്ലാതെ നമ്മളെ ഹിസ്സിയായ ഒരു ഭ്രാന്ത് ഉണ്ട്, അതാവാൻ ആരും ദ്വാരക്കാൻ പാടില്ല. ഒരാൾ ഭ്രാന്തനാൻ ദ്വാരക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ. പക്ഷെ ആ പാട്ടിനെ നമ്മൾ വിമർശിക്കരുത്. അതിനിങ്ങനെ വ്യാഖ്യാനിച്ച് നന്നാക്കാം. അനുരാഗം ഒരു അഗ്നിയാണ്, അത് രോഗമാണ്. അനുരാഗം ഒരു രോഗമാണ്. അതുകൊണ്ട് ഓവറാൽ ചിലപ്പം വഴി വിടുകയൊക്കെ ചെയ്യും. അത് സുഖം തന്നെയാണ്. അവര് നേരെ സ്വർഗത്തിലാണ്. ഇനി ശരിക്കുള്ള ഭ്രാന്തന്മാരും സ്വർഗത്തിൽ തന്നെ, ഒരു ഹിസാബൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ ആവാൻ ആഗ്രഹിക്കാൻ പാടില്ല. ഏതായാലും മനുഷ്യന്മാരൊക്കെ ഒരു തരം മാനസികമായ മെന്റൽ ഹെൽത്ത് എന്നുള്ളൊരു സംഗതി ഉണ്ട്. അത് വളരെ കുറവാണ് ഇപ്പോൾ. മെന്റൽ ഹെൽത്ത് അതില്ല. ഈ ജിസ്മിയ ഹെൽത്തേ ഉള്ളൂ. അതിനെ ഇപ്പോഴത്തെ ഭക്ഷണം കൊണ്ട് ഇല്ലാതെ ആയിട്ടുണ്ട്. റൂഹിയ ഹെൽത്തും ഇല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആത്മഹത്യയാണല്ലോ. മൊബൈൽ എടുത്ത് വെച്ചാൽ കഞ്ച് ചാടുക. ഇങ്ങനൊരു കാലം നമുക്കറിയോ? 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി മൊബൈൽ എടുത്ത് വെച്ചപ്പോൾ നേരെ കിണറ്റ് പോയി ചാട്ടും. 11ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടി മൊബൈൽ വാങ്ങിച്ചപ്പോൾ നേരെ പോയി ട്രെയിനിന് തല കൊടുത്തു. സ്വന്തം ഭാര്യ ഭർത്താവ് മൊബൈൽ എന്ന് പരിശോധിക്കാണ്. അപ്പോഴേക്കിന് ചെറിയ മോനെ കൂട്ടിട്ട് കിണറ്റ് പോയി ചാടുക. എന്തൊക്കെയാണ് നടക്കണേ നമ്മളെ നാട്ടില്? അറവുകൊണ്ട് അറിവ്. ഉമ്മാനെ കൊല്ല, ബാപ്പാനെ ചവിട്ടി കൊല്ല, ആങ്ങളെയും പെങ്ങളെയും ലൈംഗിക വീഴ്ച. ഇവിടെ അടുത്ത് 16 വയസ്സുള്ള പെങ്ങൾക്ക് ഗർഭം. പരിശോധിച്ച് നോക്കുമ്പോ 13 വയസ്സുള്ള ആൺകുട്ടി ആങ്ങള. പോലീസുകാരെ ചോദിച്ചപ്പോ പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾ തമാശ കളിച്ചതാണ് എന്ന്.
ഞങ്ങൾ തമാശ കളിച്ചതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിലെ നാറിയ റിപ്പോർട്ടുകളാണ്. ഒരു 3-4 കൊല്ലം കൂടിയാണ്ട് പോയാൽ തലമുറന്റെ അവസ്ഥ എന്താവും? ഇപ്പോഴത്തന്നെ രാത്രി 11 മണിയായാൽ ആനകളെ പോലെ ചവിട്ടി മതിച്ചും പുലികളെ പോലെ കടിച്ചു കീറിയും പാമ്പുകളെ പോലെ വിഷമൂതിയും തേളുകളെ പോലെ കുത്തിനോവിച്ചും പെരിച്ചായകളെ പോലെ ഉറക്കൊഴിച്ചും VTS വടക്ക് തെക്ക് സർവീസ്, വേറെ ഒന്നുമില്ല. ഇപ്പൊ റമദാനായാൽ റമദാൻ 1 എല്ലാവരും പള്ളി കയറും. ഹൗലങ്കരക്കലൊക്കെ മുണ്ടി വിരിച്ച് നിസ്കാരം നടക്കും. പക്ഷെ 3 ദിവസം ഉണ്ടാവും, 3 ദിവസം. 4-ാം ദിവസം പള്ളി കാലിയായിരിക്കും. കാരണം എന്താ? ഷാബാനിൽ തുടങ്ങായിട്ടാണ്. റമദാൻ എന്നുള്ള 30 ദിവസത്തെ ക്യാമ്പാണ്. ഒരു ദിവസം പൊതുസമ്മേളനം ലൈലത്തുൽ ഖദർ, മുഖ്യ അതിഥി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ക്യാമ്പിനും സമ്മേളനത്തിനും നേരത്തെ പ്രചരണം നടക്കണ്ടേ? ഈ പരിപാടിക്ക് നേരത്തെ പ്രചരണം ഉണ്ടായിട്ടില്ലേ? ഈ സമസ്തന്റെ 100-ാം വാർഷികമുണ്ട്, ഇപ്പോഴത്തന്നെ പ്രചരണം തുടങ്ങിയില്ലേ? അപ്പൊ റമദാൻ 1-ന് തുടങ്ങാനുള്ളതല്ല, ആമുഖ പ്രവർത്തനം റജബിൽ തുടങ്ങണം. ഇത്ര ദിവസം നഷ്ടപ്പെട്ടു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്പീഡാക്കിയാൽ മതി. ആദ്യം വേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കൽ നനച്ചുകൂടി തൂത്തുവാരി വൃത്തിയാക്കുക. പക്ഷെ അതെവിടെ? കൽബാകുന്ന വീടിനെ കണ്ണീര് കൊണ്ട് തൂത്തുവാരി വൃത്തിയാക്കുക. റമദാൻ 1 മുതൽ നന്നായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ബനു ഇസ്രായേലില് അത് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞ്, ബനു ഇസ്രായേൽ 1000 രൂപ കടം വാങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, ആരാ സാക്ഷി എന്ന്? അള്ളയാണ് സാക്ഷി. അപ്പൊ ചോദിച്ച ആൾക്ക് വിഷമായി. അത് അങ്ങനെ മറുപടി വരുന്നേ കൊളർത്തല്ല. എന്നാലും എനിക്ക് നിങ്ങൾ അഥവാ തന്നില്ലെങ്കിൽ ഒരാൾ തരണ, അതിനൊരു കഫീല് വേണമെന്ന് പറഞ്ഞു. സാക്ഷിയല്ല, കഫീല് വേണമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ചോദിച്ച ആള് ഓതി കഫാ ബില്ലാഹി കഫീലാ. അതും ഖുർആന്റെ ആയത്താണ്. 2 ആയത്താണ് വെച്ചു കൊടുത്ത്. ഒന്ന് കഫാ ബില്ലാഹി ഷഹീദാ, മറ്റൊന്ന് കഫാ ബില്ലാഹി കഫീലാ. അദ്ദേഹം അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് 1000 രൂപ കൊടുക്കുകയാണ്. ആ ഈമാന്റെ മേൽ പിടിച്ചിക്കാൻ കഴിയാതെ 1000 രൂപ കൊടുത്തു. ഇയാൾ 1000 രൂപ വാങ്ങി. ഇയാളാണ്ട് യാത്ര ചെയ്തു. കടലിന്റെ നടുവിലേക്കാ യാത്ര. കടലിന്റെ നടുവിലേക്കാണ് യാത്ര. യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി. ഇനിയാണ് അത്ഭുതം. അള്ളാഹിനെ ഏൽപ്പിക്കുമ്പോഴുള്ള അത്ഭുതം ഇനിയാണ് കുടുംബമേ. അയാൾ ആവശ്യമൊക്കെ പൂർത്തിയായി. പക്ഷെ അപ്പോഴേക്ക് ആ വാങ്ങിയ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റായി. അള്ളാഹിനെ സാക്ഷിയാക്കിയിട്ട് ആ പൈസ വാങ്ങിയത് ഡേറ്റ് എത്തിക്കാൻ പറ്റൂല. പക്ഷെ ഇയാൾക്ക് അതേ ഡേറ്റിന് അവിടെ എത്താനുള്ള വാഹനമില്ല. അന്ന് പായക്കപ്പലാണ്. ഇന്നത്തെ പോലത്തെ സുശക്ത സംവിധാനമുള്ള ശാസ്ത്രീയ വാഹനങ്ങളില്ല. പക്ഷെ അന്ന് കപ്പലില്ല. പടച്ചോനെ ഷഹീദാക്കിയിട്ടുണ്ട്, പടച്ചോനെ കഫീലാക്കിയിട്ടുണ്ട്. പടച്ചോനെ കൊണ്ടാ കളി. ഡേറ്റിന് എത്താൻ പറ്റൂല. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നോ, കടപ്പുറത്ത് കണ്ടു വന്ന് 1000 ദിർഹം പുറത്തെടുത്ത സ്വർണ്ണ നാണയങ്ങളാണ്. വലിയൊരു പലകം കണ്ടെടുത്ത് മരം വെട്ടിയിട്ട് പലകെടുത്ത് അതിന് വലിയ ദ്വാരം ഉണ്ടാക്കി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണത്. ആ ദ്വാരത്തിനുള്ളിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ വെച്ചു, ദ്വാരം അടച്ചു, അതിൻ്റെ ഉള്ളിൽ ഒരു കത്തും വെച്ചു. ഇത് ഇന്ന ഡേറ്റിന് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാനുള്ള നിങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുള്ള 1000 ദിർഹമാണ്. അത് ഞാനിത് ആ കടലിൽ ഒഴുക്കുന്നു. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ടാ വാങ്ങിയിട്ടുള്ളത്. ആ പടച്ചവൻ നിങ്ങൾക്ക് എത്തിച്ചു തരും. എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ഡേറ്റിന് നാട്ടിലെത്താൻ വാഹനമില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്ന് വിവരം വെച്ചിട്ട് കത്ത് വെച്ചു. ആ ദ്വാരം അടച്ചു. പലക സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കയർത്തിട്ട് ദ്വാരുന്നു, അള്ളാഹുവേ നിന്നെ ഏൽപ്പിച്ചതാണ്, നിന്നെ മുമ്പിൽ വെച്ചിട്ടാ പൈസ വാങ്ങിയത്, ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ പലക ഓളം തള്ളിയിട്ട് അതേ ഡേറ്റിന് ആ നാടിന്റെ അക്കരെ എത്തുകയാണ്. അപ്പൊ ഇയാള് പൈസ തിരിച്ചു തരാനുള്ള ഡേറ്റിന് മറ്റാളെ തെരഞ്ഞിട്ട് അയാള് ഇന്ന് കപ്പലിൽ വരണല്ലോ, എന്നാലല്ലേ എന്റെ പൈസ കിട്ടുള്ളൂ എന്നൽക്ക് കടപ്പുറത്ത് വന്ന് നോക്കിയ കപ്പലൊന്നും വരണില്ല. വൈകുന്നേരമായി, കാത്തൊന്നും ഒരാളുമില്ല. അപ്പൊ ഇയാള് തിരിച്ചു തരാനുള്ള ഡേറ്റിന് അള്ളാനെ മുമ്പിൽ വെച്ച് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് ഈ മനുഷ്യൻ തിരിച്ചു തന്നില്ലല്ലോ, എന്തൊരു മനുഷ്യനാണ് ഇയാള് എന്ന നിലക്ക് മനസ്സിൽ വല്ലാത്ത പ്രയാസത്തോടു കൂടി തിരിച്ചു പോകുമ്പോ ഒരു വലിയ മരം അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് ഒന്ന് കടലിലൂടെ ഒഴുകി വരുന്ന വലിയൊരു മരക്കഷ്ണമല്ലേ, നീ ഒന്നും കിട്ടിയില്ലെങ്കിലും അത് വിറകാക്കാലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ വലിയ മരം ഇതേ മനുഷ്യൻ പൈസ കിട്ടാനുള്ള ആള് തോളിൽ വെച്ച് താങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കോടാലിയായിട്ട് ആ മരം ഇങ്ങനെ വെട്ടിപ്പൊളിക്കാൻ വിറകാക്കാൻ. ആ സമയത്തുണ്ട് ഒരു പണക്കിഴി. തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കത്തുമുണ്ട്. എണ്ണി നോക്കിയപ്പോൾ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1000 ദിർഹമാണ്. അല്ലാ
കത്ത് വായിച്ചപ്പോൾ എന്നിൽ നിന്ന് കടം വാങ്ങിയ മനുഷ്യൻ തിരിച്ചു തരുമ്പോൾ എഴുതിയതാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഇന്ന ഡേറ്റിനാണ്. ആ ഡേറ്റിന് എനിക്ക് കരക്കെത്താൻ എനിക്ക് കപ്പല് കിട്ടിയിട്ടില്ല. ഞാൻ പടച്ചവനെ സാക്ഷി നിർത്തിയിട്ടാണ്, കഫീലാക്കിയിട്ടാ നിങ്ങളിൽ നിന്ന് 1000 ദിർഹം വാങ്ങിയിട്ടുള്ളത്. ആ പടച്ചവനെ സാക്ഷിയാക്കി കഫീലാക്കി നിങ്ങൾക്ക് തരാനുള്ള 1000 ഇതാ ഈ മരക്കത്തിന്റെ ഉള്ളിലാക്കിയിട്ട്, ഈ കൊള്ളിക്കഷ്ണത്തിന്റെ ഉള്ളിലാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് തൊടുത്തു വിടുകയാ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹ് അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാ. ഇയാള് കത്തെടുത്ത് വായിച്ചപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞു. കഫാ ബില്ലാഹി കഫീല, കഫാ ബില്ലാഹി ഷഹീദാ, കഫാ ബില്ലാഹി വക്കീലാ. ഓരോ ആയത്തുകളും തികട്ടി വരികയാണ്. ആ പൈസ എടുത്തു മാറ്റി. അതേ ഉടനെ തന്നെ വാങ്ങാൻ കിട്ടിയപ്പോൾ നാട്ടിലെത്തി. ഇയാളെ കയ്യിൽ 1000 രൂപ കിട്ടിയൊന്നും അയാളറിയില്ല. അയാളെ കടമ തീർക്കാൻ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് പൈസ ഇങ്ങനെ അയച്ചു കൊടുത്താണ്. പക്ഷെ ഇവിടെ ഇത്ര വലിയ അത്ഭുതത്തിൽ കിട്ടുന്നൊന്നും അയാൾക്ക് ഉറപ്പില്ലല്ലോ. അള്ളാഹ്ക്ക് ഇപ്പൊ എത്തിച്ചു കൊടുക്കൽ നിർബന്ധമൊന്നുമില്ലല്ലോ. അയാൾ എന്ത് ചെയ്ത്, നാട്ടിൽ വന്നതിന് ശേഷം വേറെ 1000 രൂപ, അതായത് ഉത്തരവാദിത്വം, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണല്ലോ, വേറൊരു 1000 രൂപ എണ്ണീറ്റ് ഇയാളെ വിട്ടു പോയി. ഇതാ 2 ദിവസം വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോട് പറഞ്ഞ അതേ ഡേറ്റിന് തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വാഹനം കിട്ടിയില്ല, എന്നോട് ക്ഷമിക്കണം, ഇനി നിങ്ങൾക്ക് തരാനുള്ള പൈസ താന്നു. അപ്പൊ അയാൾ വാങ്ങിയില്ല. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ആ ഡേറ്റിന് ഏൽപ്പിക്കാൻ നിങ്ങൾ അള്ളാനെ കഫീലാക്കി, അള്ളാനെ സാക്ഷിയാക്കി, അള്ളാനെ വക്കീലാക്കി, അള്ളാനെ ഭരമേൽപ്പിച്ച് തന്നതാണ്. അപ്പൊ എനിക്ക് ആ ഡേറ്റിന് തിരിച്ചിട്ടാൻ അതേ പടച്ചോനെ ഭരമേൽപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പണിയെടുത്തുക്കണോന്ന് വെച്ചു. ആന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചു, മരക്കഷ്ണത്തിനുള്ളിൽ ഒരു 1000 രൂപ വെറുതെ വെച്ചിട്ട് ഞാൻ ഒരു കത്ത് എഴുതിയെന്ന്, കിട്ടണേ കിട്ടട്ടെ, കിട്ടൂലെന്ന് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇത്ര വലിയൊരു അത്ഭുതം നടക്കുന്നു എനിക്കറിയില്ലല്ലോ, പക്ഷെ എന്റെ സമാധാനത്തിന് ചെയ്താന്ന് പറഞ്ഞു. ആ പൈസ ആണ് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാളും ഇരുന്ന് കരഞ്ഞു. കാരണം ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا എന്ന് സൂറത്ത് ത്വലാഖിൽ അല്ലാഹു പറയുകയാണ്. ആ പടച്ചോനാണ്ട് ഏൽപ്പിച്ചാൽ മതി. ആ പടച്ചോനാണ്ട് ഏൽപ്പിക്കുക. ഉമ്മാച്ചുമ്മ ഏൽപ്പിച്ചില്ലേ സലാത്ത് എല്ലിട്ട്, അന്നെ മദീനത്ത് കൊണ്ടുവന്ന ആള് വന്നില്ലേ, ഇന്നും നടക്കും, എന്നും നടക്കും. എന്നോട് മെനിഞ്ഞാന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സലാത്ത് എല്ലിട്ട് അള്ളാഹനെ ഏൽപ്പിച്ചപ്പോ അദ്ദേഹത്തിന് ഉണ്ടായ അത്യാത്ഭുതങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഞങ്ങൾ ഞെട്ടിപ്പോവും. അത്ഭുതങ്ങളാണ്. ഈ സദസ്സ് പിരിയുമ്പോ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, കൽബ് അള്ളാഹ്ക്ക് കൊടുക്കുക. നമ്മുടെ കൈയുള്ളത് പിടിക്കാനാണ്, കണ്ണുള്ളത് കാണാനാണ്, മൂക്കുള്ളത് ശ്വസിക്കാനാണ്, കാലുള്ളത് നടക്കാനാണ്, ചെവിയുള്ളത് കേൾക്കാനാണ്, കൽബുള്ളത് അള്ളാഹനെ വെക്കാനാണ്, അവന്റെ റസൂലിനെ സ്നേഹിക്കാനാണ്. ആ വർക്ക് ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ ചികിത്സ അത്യാവശ്യമാണ്. കൈയിന്റെ വർക്കാണ് പിടിക്കുക, പക്ഷെ നീട്ടാനും പിടിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണും. കണ്ണിന്റെ വർക്കാണ് കാണുക, അന്ധത വന്നാൽ തുള്ളിമരുന്നെറ്റിക്കും. ചെകിട് കേൾവി കുറഞ്ഞാൽ ഡോക്ടറെ കാണും. കാല് സ്വാധീനം കുറഞ്ഞാൽ ഡോക്ടറെ കാണും. പക്ഷെ കൽബിന്റെ വർക്ക് എന്താണ്? മിനല്ലാഹ് ഇലല്ലാഹ് മഅല്ലാഹ് ബില്ലാഹ് ലില്ലാഹ്. അത് നടന്നിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണണം. ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഈ സാസ്. ഇവിടുന്ന് തുള്ളിമരുന്നെറ്റിച്ചാൽ ഇതിന്റെ ഉള്ളിൽ നിന്നൊരു കണ്ണ് തുറക്കാണ്ട്, അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. ഇവിടെ അങ്ങോട്ട് തുറന്നാണ്ടല്ലോ നമ്മുടെ ജീവിതം മാറും, ജീവിതം മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അത് ഏത് കച്ചവടക്കാർക്കുണ്ടാവുക, ഏത് കച്ചവടക്കാർ. ഈടെ അടുത്ത് യൂസുഫ് അലി സാഹിബ് ഒരു വേദിക്ക് കയറി ഞാൻ അങ്ങനെ വീഡിയോ കണ്ടു. അപ്പൊ അതിൽ കുറെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഇടക്ക് മുമ്പൊരു ഫോട്ടോ ഉണ്ട്. മുമ്പ് അവിടെ നല്ലൊരു സഹായം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കയറി എന്നിട്ട് പറയാണ്, അതിന്റെ ഇടയിൽ നിന്റെ ഫോട്ടോ എടുത്ത് ഒഴിവാക്കണം, നിങ്ങൾ അതിൽ വെക്കരുത്, നിങ്ങൾ ദലാലത്തിലാക്ക. ആ വാക്കാ ഉപയോഗിച്ചത്, നിങ്ങൾ എന്നെ ദലാലത്തിലാക്കരുത്. കച്ചവടക്കാരനാണ്, മൂല്യരല്ല, സോട്ടും കൂട്ടുമാണ്. പക്ഷെ കൽബിന്റെ ഉള്ളിൽ അല്ലാഹുവാണ്. നിങ്ങൾ ഏത് കച്ചവടക്കാരേക്കോ, ഏത് എഞ്ചിനീയർ ആയിക്കോ, ഏത് ഉദ്യോഗസ്ഥന്മാരായിക്കോ, ഏത് പണക്കാരായിക്കോ, ദീനിന് പ്രശ്നമില്ല. കൽബിന്റെ ഉള്ള് അല്ലാഹ്. അതിന് സമയം കാണുക ഏറ്റവും ആശ്വാസമാണ്. നാം മരിക്കണമേത്ത് സ്വർഗം കണ്ട് ചിരിച്ച് പ്രസന്ന ഭാവത്തോടെ
ദിക്ർ ഉറക്ക ചൊല്ലി ചിരിച്ചിട്ട് മരിക്കാൻ പറ്റും. അത് വെള്ളിയാഴ്ച രാവായാൽ, അത് മദീനയിൽ വെച്ചായാൽ, അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ.